അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസ്വഹാബിഹി അഹ്ലി സിദ്ഖി വൽ വഫാ അമ്മാ ബഅദ് ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു സദഖല്ലാഹു മൗലാനൽ കരീം ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹി വഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതരെ, ജിദ്ദ ഇസ്ലാമിക് സെൻറ്ററിൻ്റെയും SKICയുടെയും ഒക്കെ ക്ലാസ് റൂമിൻ്റെയും ഒക്കെ പ്രഗത്ഭരായ പ്രവർത്തകരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട മർഹൂം കോട്ടുമല മുഹമ്മദ് മുസ്ലിയാരെ അനുസ്മരണ പ്രഭാഷണം അദ്ദേഹത്തെ സംബന്ധിച്ച് നടത്തപ്പെട്ടതിന് ശേഷം ഇനിയും ഇവിടെ സമസ്തയെക്കുറിച്ചോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിനെ സംബന്ധിച്ചോ കൂടുതൽ പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മറ്റൊന്നും അറിയാത്തത് കൊണ്ട് അറിയുന്നത് പറയുക എന്നുള്ളതാണല്ലോ. റമദാനിൽ മൂലിയേറ്റി വയലിന് പോയ മാതിരിയാണ്. പുഴൻ്റെ അക്കരെയാണ് വയലുണ്ടായിരുന്നത്. പോകുന്ന പോക്കിൽ എഴുതിക്കൊണ്ടുപോയത് തോണിയിൽ നഷ്ടപ്പെട്ടു പോയി. പിന്നെ അക്കരെ ചെന്നിട്ട് എന്ത് വയല് പറയാൻ, കയ്യിലുള്ള കുറിപ്പ് അവിടെ പോയി എന്ന പോലെ എൻ്റെ കുറിപ്പൊക്കെ ബഹുമാനപ്പെട്ട ഹൈദറുസ്ലിയാർ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാനെന്തോ പറയാനാണെന്നാണ് ഇപ്പോൾ ഞാൻ തല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കരീം ഫൈസി ആണെങ്കിൽ വിടണില്ല. ഞാൻ പറഞ്ഞു നിസ്കരിക്കല്ലേ, നിസ്കാരത്തിൻ്റെ കാര്യമൊക്കെ അത് പറഞ്ഞു നോക്കി. പക്ഷേ ഇപ്പോൾ സമ്മതിക്കണില്ല. ഞാനാണെങ്കിൽ നിസ്കാരം വലിയ ചൂടൂര് കിട്ടിയ ചാൻസിൽ ചെയ്യുകയും ചെയ്തു. അൽഹംദുലില്ലാ, നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. കാരണം അത് ഞാൻ മറ്റൊരു മഹാന്റെ വാക്കിൽ നിന്ന് കടമെടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഒരു വിദേശയാത്ര കഴിഞ്ഞ് കേരളത്തിൽ തിരിച്ചെത്തിയിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, ഒരു മുസ്ലിമായി, അൽഹംദുലില്ലാ, ഒരു കേരളക്കാരനായി, അൽഹംദുലില്ലാ, ഒരു മലബാറുകാരനായി എന്നെ ജനിപ്പിച്ച റബ്ബിനാണ് സർവസ്തുതിയും, അൽഹംദുലില്ലാ. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും ഒരു മലയാളിയുണ്ടെങ്കിൽ പൊതുസമൂഹം പറയാറുള്ളത് ഒരു ചായപ്പീടി ഉണ്ടാകുന്നതാണ്. ഒരു മലയാളി, ഒരു മലബാറിലെ മുസ്ലിം എവിടെയുണ്ടെങ്കിലും അവിടെ ഒരു കൂട്ടായ്മയുണ്ടാകും. എവിടെയുണ്ടാകും? ജിദ്ദയിലായാലും ഖത്തറിലായാലും ഒമാനിലായാലും ബഹ്റൈനിലായാലും കുവൈത്തിലായാലും ഉണ്ടാകും. മലയാളി എവിടെ ചെന്നോ അവിടെ ഉണ്ടാകും ഒരു കൂട്ടായ്മയും ആ കുട്ടികളെ പഠിപ്പിക്കാനുള്ളൊരു മദ്രസയും. ഈ ഒരു ബോധം നമുക്ക് നൽകിയത്, നമുക്കുണ്ടായതിൻ്റെ പിന്നിൽ ഒരുപാട് മഹത്തുക്കളായ ആളുകളുടെ ത്യാഗങ്ങളുണ്ട്. ഒരുപാട് മഹത്തുക്കളായ ആളുകളുടെ ത്യാഗമുണ്ട്. നേരത്തെ ഉസ്താദ് ഇവിടെ പറഞ്ഞു, കടമേരി റഹ്മാനിയ അറബിക് കോളേജിനെ സംബന്ധിച്ച് പരാമർശിച്ചു. കേരളത്തിൽ ഇവിടെ റഹ്മാനികളൊക്കെ ഉണ്ട്. കേരളത്തിൽ അതിനെ ജാമിയക്ക് ഒരു പേരുണ്ടായിരുന്നു. പഴയ കാലത്ത് ജാമിയയിൽ ചോറ് പള്ളർച്ച കിട്ടും, അങ്ങനെയായിരുന്നു. കറീനെ പറ്റി അവിടെ ചർച്ച അല്ലായിരുന്നു. പഴയ കാലത്ത് അങ്ങനെ തന്നെയാണ്. അത് കിട്ടിയാൽ മതി. അന്നത്തെ കാലത്ത്, ഇപ്പോഴത്തെ
കാലല്ല ഞാൻ പറയണത്. ഇപ്പോൾ ഭക്ഷണം കൊടുത്താലും പോരാ, റീചാർജിനുള്ള പൈസയും പോരാ, ഇപ്പോൾ വൈഫൈയും വേണം. എന്നെങ്കിലേ കാര്യങ്ങൾ നടക്കും എന്നുള്ളിടത്ത് എത്തി. ഓക്കെ, ഞാനത് വിശദീകരിക്കുന്നില്ല, ഞാൻ കുറച്ച് പഴയ ചിന്താഗതിക്കാരനാണ്. പട്ടിക്കാടിൻ്റെ തൊട്ടടുത്താണ് മുള്ളിയാകുറിശി. അവിടെ ദർസിലോതിയ ഒരു കുട്ടി ദർസ് വിട്ടുപോയി. ദർസിന്ന് പോവുകയാണ്. പഴയ കാലത്ത് ഒരു മായനുണ്ട്, ചാടി പോകുക എന്നാ പറയാം. സഫർ പോകുക എന്നും പറയുമ്പോൾ വലിയ പറയുമോ സഫർ പോയി അറിയും എന്ന് പറഞ്ഞാൽ പോതിക്ക് വെച്ച് നിർത്തിപ്പോയി എന്നാണ് എൻ്റെ മായന. അപ്പോൾ ഉസ്താദിനോട് പോവുകയാണെന്ന് പറയാൻ മടി. കാരണം ഉസ്താദും കുട്ടികളും തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടാവും പഴയ കാലത്ത്. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചല്ലോ ബഷീർ ഓലിയർ തമ്മിലല്ലേ. ബഷീർ ഓലിയരെ പറ്റി പലപ്പോഴും പറയാറുണ്ട് സമസ്തയുടെ മാസ്റ്റർ ബ്രെയിനാണ്. നമ്മളൊന്നും കാണുന്നില്ല അല്ലേ. ബഷീർ ഓലിയർ പ്രവർത്തിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞങ്ങളൊന്ന് പറഞ്ഞാണ്. എല്ലാവരും പറയണേ കേൾക്കാം, ബഷീർ ഓലിയർ സമസ്തന്റെ മാസ്റ്റർ ബ്രെയിനാണ്. ഇന്ന പദ്ധതി ബഷീർ ഓലിയർ കൊടുന്നാ നിങ്ങളൊന്ന് പറഞ്ഞാണ്. ഇന്ന് ഏതെങ്കിലും ഒരു വിഷയം ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ദാറുൽ ഒരു കൂട്ടായ പ്രവർത്തനമാണ്. അതിന് മുമ്പ് കടമേരി മൂപ്പർ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഒരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 70-ാം സമസ്തയുടെ സമ്മേളനങ്ങളിൽ ഇപ്പോൾ പങ്കെടുത്ത ആളുകളുണ്ട്. ഇതിൽ ധാരാളം ആളുകളില്ലേ. 70-ാം വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തവരില്ലേ. അങ്ങനെ പല സമ്മേളനങ്ങളുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാൻ കേട്ടോ, ഒറ്റ ഉദാഹരണം. സമസ്തയുടെ സമ്മേളനങ്ങളിൽ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഭക്ഷണം എത്തിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിൻ്റെ അതാദ്യം തുടങ്ങിയത് ബഷീർ ഓലിയർ ഐഡിയ ആണ്. സാധാരണ ഭക്ഷണത്തിന് ഇങ്ങനെ എല്ലാവരും വിളിച്ചിരുത്തി ഇങ്ങനെ ഒരു പൊതി കൊടുത്ത് വിടുകയല്ല ചെയ്യുക. ഇത് നിസ്കാരം കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഇരുന്ന ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് ഇങ്ങനെ കൊടുത്തു പോകണ്ടല്ലേ. മനസ്സിലായില്ല? ആ പ്രതിനിധി ക്യാമ്പിന് പൊതുസമ്മേളനത്തിനാണ് പോണത്. അതാണ് അതുകൊണ്ടാണ് അങ്ങനെ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്. ക്യാമ്പിനൊക്കെ ചെന്നിരുന്നാൽ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ പൊതിയായിട്ട് ഇങ്ങനെ ഒരു തലക്കുന്ന ഇങ്ങനെ. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. മുമ്പ് എല്ലാവരും കൂടെ ആണ് കൊടുക്കുക, ആ പൊതി വാങ്ങി എടുക്കലൊക്കെ പോകുകയെന്നായിരുന്നു. ആ ഇരിക്കുന്നോട് തന്നെ ഇങ്ങനെ. ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ സദസ്സ് അളകാതെ ഭക്ഷണ വിതരണം നടക്കും. അവിടെ ആളിങ്ങനെ കൊടുക്കും, ഇങ്ങനെ കൈമാറി ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു. ഇത് വലിയ അത്ഭുതമായിട്ട് ഇപ്പം നമുക്ക് തോന്നുന്നുണ്ടാവില്ല, പക്ഷെ അന്നത് പുതിയ കാര്യമാണ്. ഇങ്ങനെ ബഷീർ മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. മൂപ്പര സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കടമേരി റഹ്മാനിയ അറബി കോളേജിനെ പറ്റി ഇതുപോലെ ജാമ്യനെ സംബന്ധിച്ച് നല്ല ഭക്ഷണം ചോറ് തോനെ കിട്ടുമെന്നാണ് പറയാം. അവൻ്റെ അടുത്തുനിന്നൊരു മൂലയേറ്റി പോയപ്പോൾ ഉസ്താദുമാരും അവരും തമ്മിലുള്ള ബന്ധം പറയാൻ പറ്റൂല. ചിലപ്പോൾ ഒരു പിതാവിനേക്കാൾ സ്നേഹിക്കും. എൻ്റെ ഉസ്താദ് മരണപ്പെട്ടതിന് ശേഷമാണ് എനിക്ക് സ്വന്തം തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നത്. ഞാൻ സ്വന്തം ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടി വന്ന ഒരു വിഷയം, അങ്ങനെ ഒരു അവസരം വന്ന് എൻ്റെ ഉസ്താദ് വഫാത്തായതിനു ശേഷം. അതിൻ്റെ മുമ്പൊക്കെ ചെന്ന് പറയാം ഞാൻ എന്താ വേണ്ടു ആ ചെയ്താളാ ബസ് ഖലാസ്, ഇത്രയേ ഉള്ളൂ. പിന്നെയാണ് ഞാൻ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ആരോടെ ചോദിക്കണോ? എനിക്ക് വിശ്വാസപ്പെട്ട ഒരാളോട് ചോദിക്കണ്ടേ? എല്ലാ ഔസാഫും കൂടി എൻ്റെ മനസ്സിൽ വെക്കണ ഒരാളോട് ചോദിക്കണ്ടേ? അതാണ്. അപ്പം ഈ കുട്ടി പോയപ്പോൾ ചുമരിലൊരു കവിത എഴുതി വെച്ചു എന്നാ. വഫീ ബലദി മുള്ളിയാകുറിശി ചോറുന്നക്ക് സെറു കൂട്ടാനുഹു മോരും മുരിങ്ങാഫുമ്മളവും. പോണീൻ്റെ കാരണം ഇപ്പോൾ അവിടെ എഴുതി വെച്ചു എന്നാണ്. അവിടെ ചോറൊക്കെ തോനെ കിട്ടുന്നുണ്ട്, പക്ഷെ കൂട്ടാൻ കുറച്ചുള്ളൂ. മുള്ളിയാകുറിശി പറഞ്ഞ രാജ്യത്ത് ചോറൊക്കെ തോനെ കിട്ടും, കൂട്ടാൻ എപ്പോഴും മോരും മുരിങ്ങയും പുമ്മളും തന്നെ ഉള്ളൂ, ചമ്മന്തി. അപ്പോൾ ഇതേപോലെ ജാമ്യനെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ ആറുണ്ടായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് തേങ്ങ വിറ്റിട്ടും റബ്ബർ വിറ്റിട്ടും നന്നായി വരുമാനം ഉണ്ടായിരുന്നു. അല്ലാഹു തആല ബാപ്പുഹാജിയുടെ സ്വർഗീയ ലോകത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഒരു കാലത്ത് അത് മറ്റൊരാൾക്ക് എഴുതി കൊടുത്തതാ. മഹാനായ ശൈഖുന ശംസുൽ ഉലമയാണ് വളരെ തന്ത്രപരമായി അതിങ്ങോട്ട് തിരിച്ചെടുത്തത്. എഴുതി കൊടുത്തു എന്ന് മാത്രമല്ല, പാണക്കാട്ടെ പൂക്കോയ തങ്ങൾ പോയി തറക്കല്ലിട്ടിട്ടുണ്ട്. സംഭവം നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ഞാനിതിങ്ങനെ വലിയ പടായി വലിയ സംഭവമായിട്ട് ഇങ്ങനെ പറയാതുള്ളൂ. ഇതൊക്കെ കണ്ട ആൾക്കാരാണ് ഇപ്പോൾ ഓരോരുത്തരുള്ളത്. എങ്കിലും എനിക്കിതേ അറിയുള്ളൂ, അതുകൊണ്ട് ഇത് പറയാമെന്ന് മാത്രം. എല്ലാവരും രണ്ട് ഹദീസ് പറഞ്ഞാലൊന്നും ചിലപ്പോൾ എന്നെ കൊണ്ട് കഴിഞ്ഞോളന്നില്ല. ബാപ്പുഹാജി പാണക്കാട്ടെ പൂക്കോയ തങ്ങൾ കൊണ്ടുപോയി തറക്കല്ലിടാൻ. ഈ വിവരം പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അറിഞ്ഞു. അന്ന് പതിയുടെ പടയോട്ടത്തിൻ്റെ കാലഘട്ടമാണ്. പതി എന്ന് പറഞ്ഞ ആരെ മുഖത്ത് നോക്കിയും കാര്യം പറഞ്ഞിരുന്നൊരു മനുഷ്യനാണ്. പതി ഇതറിഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നത് കൂട്ടുമല അബൂബക്കർ മുസ്ലിയാരെയും പനയത്തിലെ പള്ളിയിൽ നിന്ന് കൂട്ടിയെന്നാണ് എൻ്റെ ഓർമ്മ. നേരെ പാണക്കാട്ട് ചെന്നു, തറക്കല്ലിട്ട് തിരിച്ചു പോന്നു. തറക്കല്ലിട്ട് തിരിച്ചെത്തി പാണക്കാട്ടെ പൂക്കോയത്തങ്ങൾ. എന്തു ചെയ്യും? ഇട്ട് കഴിഞ്ഞില്ലേ?
ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾ നേരത്തെ പറഞ്ഞ വാക്കാടെടുക്കട്ടെ, നിങ്ങൾ നൂലും മന്ത്രമൊക്കെ ചെയ്യുന്നതൊന്നും ഒരു ഫലമില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്കും വേണ്ടി തറക്കല്ലിടാനാണ് നിങ്ങൾ പോയത്. നിങ്ങൾക്ക് ബർക്കത്തില്ലാതെ നടക്കുന്ന ആൾക്കാർക്ക് തറക്കല്ലിടാനാണോ നിങ്ങൾ പോയത് എന്ന് ചോദിച്ചു. പൂക്കോയത്തങ്ങളെ മറുപടി, എന്നാ ബർക്കത്ത് ഞാൻ തിരിച്ചെടുത്തു. ജാമ്യയുടെ റഹ്മാനിയ മസ്ജിദിന്റെ മൂത്രപ്പര നിൽക്കുന്ന ആ തറക്കല്ലിട്ട് കൊടുത്താണ്. ആ ബർക്കത്ത് തിരിച്ചെടുത്തതാണ്. പാണക്കാട് കുടുംബത്തിനെ പറ്റി തമാശക്ക് പോലും പറയാൻ പാടില്ല എന്ന് പറയാറുണ്ട് പാണക്കാട്ട്. ഞാനൊരുത്ത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു അനുഭവം ഒരാൾ എന്നോട് പറയണ്ടായി. പാണക്കാട്ടെ പുഴയിലൊരിക്കൽ ചെറുക്കൻ ചൂണ്ടലിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ നേരമായിട്ടും, ഞാൻ മലപ്പുറത്തേനാണ്, മലപ്പുറം ഭാഷയെ പറയുന്നത് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ചൂണ്ടലിട്ടുകൊണ്ടിരിക്കുന്ന നേരത്ത് കുറേ നേരം ഇങ്ങനെ ചൂണ്ടലിട്ടുണ്ട്, മീനൊന്നും കുത്തണില്ല. അപ്പോൾ അവൻ പറഞ്ഞാൽ ഞാൻ ആദ്യം കിട്ടിയ പാണക്കാട്ടെ കുട്ടികൾക്ക് കൊടുക്കുക, തങ്ങളുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ചൂണ്ടലുമ്പോൾ കുറച്ച് കഴിഞ്ഞൊക്കെ മീൻ കൊത്തി കിട്ടിയപ്പോൾ അത്യാവശ്യം തെറ്റില്ലാത്ത, എൻ്റെ നാട്ടിലൊക്കെ ബുജ്ജി എന്നാ പറയാം, നിങ്ങളെ നാട്ടിൽ കുറച്ച് നന്നാക്കിയിട്ട് മുഴുഷു എന്നെന്തെങ്കിലും പറഞ്ഞോളി. എന്തായാലും ആ സാധനം കുറച്ച് വലുതാണ് കിട്ടിയത്. ഇപ്പോൾ ഇത് കുളത്തുമ്പോൾ നിങ്ങൾ എടുക്കണ നേരത്തോം പറഞ്ഞു, ഇതൊക്കെ ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ നടക്കുക, അതൊക്കെ നടക്കാറുണ്ട്. ഇതിങ്ങനെയാണ് പറഞ്ഞുകൊണ്ട് അയക്കെന്നാണ് ചാടി. അതിലും പറഞ്ഞു കുട്ടികൾക്ക് തമാശയും പറ്റൂലേ. അപ്പോൾ അത് എന്നോട് ഞാൻ പറഞ്ഞ ചങ്ങായിനോട് ചോദിച്ചു, അല്ല ചങ്ങായി ഇത് ഉള്ളത് തന്നെയാണോ ചോദിച്ചു. ഉള്ളതാണ് സംഭവിച്ചതാണ് എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, റഹ്മാനിയ അറബി കോളേജിൻ്റെ പ്രചരണാർത്ഥം ബഹുമാനപ്പെട്ട പിന്നെ മറ്റേ മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തെ വയലിന് കൊണ്ടുപോയി നടന്നിരുന്ന സംഭവം പറയണ്ടായി. ഓരോ ഭാഗത്തും അദ്ദേഹത്തിന് ഒരു ഓമനപ്പേരുണ്ടായിരുന്നു, ചിറ്റൂരാൻ എന്നാ പേര്. ചിറ്റൂരാൻ എന്നാണ് പേര്. പരപ്പനങ്ങാടിക്കടുത്ത പന്താരങ്ങാടിയിൽ വയല് പറഞ്ഞിട്ട് ഇന്നത്തെ കാലത്തല്ല അന്നത്തെ കാലത്ത് വയല് പറഞ്ഞിട്ട് സ്റ്റേജ് മന്നിൽ 102 ചിറ്റിങ്ങനെ എണ്ണിയാണ് കൊടുത്തുത്തരേ കമ്മിറ്റിക്കാർക്ക്. സ്വർണത്തിന്റെ ചിറ്റ് മൂപ്പര് പറഞ്ഞതാ, 102 എണ്ണിക്കൊടുത്തു എന്ന് മൂപ്പര് പറയണ്ടായി. മൂപ്പര് വയല് കേട്ട. അപ്പോൾ ഈ വയല് പറഞ്ഞ് ഈ വിഷയം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, എൻ്റെ അമ്മ വാപ്പാനോട് പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, വയലിന് പോയപ്പോഴുള്ള ചിറ്റ് വള തിരിച്ചില്ലാത്തരേ. അപ്പോൾ പമ്പറന്നോട് എടി എവിടെ എൻ്റെ വളാന്ന് മുലിയിൽ വല്ലാതെ പറഞ്ഞപ്പോൾ ഞാൻ ഊരിക്കൊടുത്തു. മൂപ്പത്തിയേരനെ അറിഞ്ഞിട്ടില്ല, ആയാതി ഊരിക്കൊടുത്തത്. ഹംസബാക്കവി അറിയും, പട്ടം നടക്കാവുള്ള മൂപ്പര് പറഞ്ഞ മൂപ്പരമ്മ ഊരിക്കൊടുത്ത കഥ. കാരണം ഫസലും പറയണം, അല്ലെങ്കിൽ മുമ്പ് ഒരാൾ പറഞ്ഞു പറഞ്ഞാൽ എന്നെയും പലതിനും എഴുതി ചേർക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു പല ആളുകളുടെയും ത്യാഗം, അതിൻ്റെ പിന്നിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഒരു പ്രസ്ഥാനം കേരളത്തിൽ രൂപം കൊണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നാം ഈ കാണുന്ന ഈ കൂട്ടായ്മയും ഈ ബോധവും നമുക്കുണ്ടാവുകയില്ല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പണ്ഡിതന്മാരുണ്ടായതുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള വിഷയങ്ങൾക്ക് ചിലപ്പോൾ സാധ്യമായിക്കൊള്ളണമെന്നില്ല. ലോകത്ത് ഏറ്റവും വലിയ അവാർഡ് കൊടുക്കപ്പെടുന്ന, ഏറ്റവും വലിയ സംഖ്യ അവാർഡായി നൽകപ്പെടുന്ന അവാർഡ് ഏതാങ്ങൾക്കറിയോ? ഇവിടുന്നാ കൊടുക്കുന്നത്, ഫൈസൽ രാജാവ് അവാർഡാണ്. നോബൽ സമ്മാനത്തിനേക്കാൾ പൈസ ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഫൈസൽ രാജാവിൻ്റെ അവാർഡാണ്. ഫൈസൽ രാജാവിൻ്റെ അവാർഡ് ഇന്ത്യയിലെ ഒരു പണ്ഡിതന് കിട്ടിയിട്ടുണ്ട്. ആർക്കാണ്? അബുൽ ഹസൻ അലി നദ്വി സാഹിബിന്. അദ്ദേഹം പറഞ്ഞു, എനിക്കവിടെ വന്ന് വാങ്ങാൻ കഴിയില്ല, ആരോഗ്യ അനുവദനീയമല്ല, നിങ്ങളെ നാട്ടിൽ നിന്ന് നടന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ട്. ഉടനെ ഇവിടുന്ന് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ടാണ് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ജിദ്ദയിൽ നിന്ന് പൊങ്ങിയ, അതൊന്നും റിയാദിലാണെന്നല്ല അറിയില്ല, പൊങ്ങിയ ഫ്ലൈറ്റ് ലക്നൗ വിമാനത്തിൽ ഇറങ്ങി ഒരു പണ്ഡിതന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിനും അറബ് ലോകം നൽകുന്ന വിലയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പണ്ഡിതനും ജീവിച്ചിരുന്നത് ഇന്ത്യയിലാണ്. ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, ധാരാളം തസ്നീഫാത്തുകൾ. പക്ഷേ അവിടുത്തെ സാധാരണക്കാരൻ്റെ കൂടെ ഇറങ്ങി നടന്നുകൊണ്ട് സാധാരണക്കാരുടെ ഈമാനിന് കാവലായി നിൽക്കാൻ പലപ്പോഴും ഇവർക്ക് സാധ്യമായിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഇത് പറയല്ല, നമ്മുടെ വലുപ്പം പറയാൻ വേണ്ടി ഒരു ഉദാഹരണം എടുത്തു കാണിച്ചതാണ്. കേരളത്തിൽ ലോകോത്തര പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. നമ്മൾ ഷംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദ് മുതലുമാണ് ചിന്തിച്ചു തുടങ്ങുന്നത്.
അതിന്റെ മുമ്പ് ഷംസുൽ ഉലമയേക്കാൾ പ്രഗത്ഭരുണ്ടായിട്ടുണ്ട് കേരളത്തിൽ. മർഹൂം അഹമ്മദ് കോയ ശാലിയാത്തി, അബു സഅദാത്ത് അഹമ്മദ് കോയ ശാലിയാത്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആരാ അഹമ്മദ് കോയ ശാലിയാത്തി? അഹമ്മദ് കോയ ശാലിയാത്തി 4 മദ്ഹബിൽ ഒരേ സമയം ഫത്വ കൊടുക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഫതാവൽ അസ്ഹരിയ എന്ന് പറയുന്ന ഗ്രന്ഥം അച്ചടിയിലുണ്ട്. അദ്ദേഹത്തിന്റെ കൈപ്പടയിലുള്ളത് ഫതാവൽ അസ്ഹരിയ 4 മദ്ഹബിലെ വിഷയങ്ങൾ അതിൽ പറയുന്നു. അന്നത്തെ കാലത്ത് 934-35 കാലഘട്ടങ്ങളിൽ ഹൈദരാബാദിലെ രാജാവായിരുന്ന നൈസാമിന്റെ 100 രൂപ ശമ്പളം വാങ്ങുന്ന ഗ്രാൻഡ് മുഫ്തിയായിരുന്നു ബഹുമാനപ്പെട്ട അബു സഅദാത്ത് അഹമ്മദ് കോയ ശാലിയാത്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവിടെ എവിടെയും പണ്ഡിതന്മാരില്ലാത്തോണ്ടല്ല, വലുപ്പം മനസ്സിലാക്കിയിട്ട് ഏൽപ്പെടുത്തി കൊടുത്തതാണ്. പക്ഷേ പകരം അതൊന്നും ഇങ്ങനെ ഉരച്ചു നോക്കാൻ ഒരാളുണ്ടായില്ല. അതുകൊണ്ടാണ് എന്തുണ്ടായത്, അതവിടെ തന്നെ അങ്ങനെ നിന്നത്. നമ്മളൊക്കെ ഞാൻ കഴിഞ്ഞ റമദാനിലോ മറ്റോ ഒമാനിൽ ഇതുപോലെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒമാനിലാണോ ഇപ്പോൾ ഈ പല ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, ഇല്ലാന്നറിയില്ല, പൂളക്ക് സക്കാത്ത് കൊടുക്കണ ഒരു ചർച്ച ഉണ്ട് മഹാനവറുകളുടെ ഫത്താവൽ അസ്ഗരിയിൽ. ഇവിടെ വലിയ മൂല്യന്മാരും അലിമീങ്ങളെ സസ്സൊക്കെ ഉള്ളതാണ്. ഞാൻ പറഞ്ഞു പോകുന്നുള്ളത്, പൂളക്കേങ്ങ് സക്കാത്ത് കൊടുക്കേണ്ടി വരുമോന്ന്. പൂളക്കേങ്ങ് ഫിത്തർ സക്കാത്തായിട്ട് പൂളക്കേങ്ങ് കൊടുക്കാൻ പറ്റുമോ ചർച്ച. മഹാനുള്ളതിന് അതിൽ ചോദ്യം ഉണ്ട്. അതിന് മഹാനുള്ള മറുപടി പറയുന്നുണ്ട്, അതെ ഈ കാലഘട്ടത്തിൽ പൂളക്കേങ്ങ് സക്കാത്തായിട്ട് ഫിത്തർ സക്കാത്തായിട്ട് കൊടുക്കാം. കാരണം അന്ന് പൂളക്കേങ്ങായിരുന്നു അത്രേ കേരളത്തിലെ പ്രധാന ഭക്ഷണം. കാരണന്മാരോട് ചോദിച്ചാൽ അറിയാം, പൂളക്കേങ്ങ് പ്രധാന ഭക്ഷണമായി കേരളത്തിൽ ഉണ്ടായിരുന്നു. പട്ടിണി. ഇന്ന് പ്രധാന ഭക്ഷണം നമ്മുടെ നാട്ടിലത് മന്തിയാണ് അല്ലേ? അങ്ങനെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ബഹുമാനപ്പെട്ട അബു സഅദാത്ത് അഹമ്മദ് കോയ ശാലിയാത്തി വലിയ പണ്ഡിതനായിരുന്നു. ഇന്നും ആധുനിക ലോകത്തിന് കൈവക്കാൻ അറച്ചു നിൽക്കുന്ന ഒരു വിഷയമാണ് മറൈൻ മെഡിസിൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. മറൈൻ മെഡിസിൻ ലൈവ് കൊടുക്കണ്ട. സുബ്ഹാനല്ലാഹ്. അപ്പം ഇനി പറയുമ്പോൾ എല്ലാം ഒന്ന് ഓർത്ത് പറയണല്ലോ അല്ലേ? ഇപ്പം അങ്ങനെയല്ലേ, ഇപ്പം ഈ വാട്സപ്പും ഫേസ്ബുക്കും ഇതൊക്കെ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലേ ഈ തലയും പാലും വെട്ടി മുറിച്ചെങ്ങാണ്ടുള്ള പരിപാടി ഉണ്ടായത് കൊണ്ടിട്ടേ എന്തിനുണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടല്ലേ. പോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ മഹിതമായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ അന്നൊക്കെ വലിയ മഹാപണ്ഡിതന്മാരായിരുന്നു. അബു സഅദാത്ത് അഹമ്മദ് കോയ ശാലിയാത്തി തങ്ങൾ. അദ്ദേഹം കൈവക്കാത്തൊരു മേഖലല്ല. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥശാല ചാലിയത്ത് ഇപ്പോഴുണ്ട്. പോയി സന്ദർശിച്ചാൽ അറിയാം, കാണാം, അത്ഭുതമാണ്. അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട് മറൈൻ മെഡിസിനെ സംബന്ധിച്ച്. കടലിൽ നിന്ന് കിട്ടുന്ന വിഷയങ്ങൾ മാത്രം, മത്സ്യം, അതുപോലെ തന്നെ കടലിലെ വെള്ളം, അതുപോലെ തന്നെ കടലിൽ നിന്ന് കിട്ടുന്ന മറ്റ് വസ്തുക്കൾ, ഇതുകൊണ്ട് മാത്രം ചികിത്സ ചെയ്യുന്നതിനെ സംബന്ധിച്ച് വരയും കുറിയും ഡ്രോയിങ് അല്ല ഞാനീ പറഞ്ഞത്. വരക്കലും കുറിക്കലും മാത്രമല്ല ഞാൻ പറയുന്നത്. അല്ലാതെ തന്നെ ഇപ്പം നമ്മളെ ഇടയിൽ വലിയ പേടി അതാണ്, ഓല് വരക്കോന്നാ. ഇപ്പോൾ പുതിയൊരു പരിപാടി തുടങ്ങിയാൽ നമ്മളെ ആലിമീങ്ങളൊക്കെ വഫാത്താകട് ആരോ സിഹർ ചെയ്തിട്ടാന്നാണ്. ഞാൻ നാടൻ ഭാഷയിൽ മറുപടി പറയുന്നില്ല. നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? നാട്ടിക മൂസോലിൽ സിഹറേറ്റായിരുന്നു. സമസ്തൻ്റെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു. സിഹിർ ചെയ്യാൻ വെല്ലുവിളിച്ച സെക്രട്ടറിമാർ സമസ്തക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അല്ലെ? നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുക. പിന്നെ അസുഖം വരുന്നൊക്കെ സിഹിറാന്നാ. ലോകത്തെ ഏറ്റവും വലിയ സാഹചര്യങ്ങൾ ആരാന്നറിയങ്ങൾ? ഏറ്റവും വലിയ സാഹചര്യങ്ങൾ എവിടെ ഉള്ളവരാണ്? ഏറ്റവും വലിയ സാഹചര്യങ്ങൾ ഇസ്രായേലുകാരാണ്. 2ാം സ്ഥാനം അമേരിക്കക്കാർക്കാണ്. 3ഉം 4ഉം ഇന്ത്യക്കാർക്ക് കിട്ടുള്ളൂ. അതന്നെ നമ്മളെ കേരളത്തിൽ കയ്യറപ്പ് തീർന്ന് ആണത്തത്തോടൊക്കെ പണിയെടുക്കാൻ കഴിയുന്ന ആൾക്കാരില്ല എന്ന് തന്നെ പറയാം. വേണമെങ്കിൽ ഇങ്ങനെ വിരലിലെണ്ണ. പിന്നെ പേടിപ്പിക്കാൻ വേണ്ട. പല ആളുകളെ നമ്മൾ ചോദിച്ചാൽ ഓനിട്ട് വല്ലാതെ അങ്ങോട്ട് മുട്ടിയാൻ എന്ത് ചെയ്യുന്നറിയോ? ഇപ്പോൾ ആപ്പങ്ങനെ എഴുതി വെച്ചപ്പോൾ ഞാനും അതിങ്ങനെ ഇരുന്ന്. എന്നോടൊരാൾ പറഞ്ഞു, ചെറുക്കഞ്ഞിപ്പോൾ ഓപ്പോൾ +2 കഴിഞ്ഞ് തണ്ടി കിടക്കുകയാണ്, എന്തായാലും ഓനൊക്കെ ഈ കസേരയിൽ വരും, ഓൻ പഠിച്ചോ
നോക്കിയോ? എന്ത് പഠിച്ചു? എവിടെ നോക്കണു? അപ്പോൾ പോട്ടെ, ഞാനതിലേക്ക് കടക്കുന്നില്ല. ഒരു സിഹിർ മാനിയപ്പോൾ വല്ലാതെ തുടങ്ങിയിരിക്കണു ഒന്നുമില്ല. മഹാനായ ശൈഖുന ശംസുൽ ഉലമ അദ്ദേഹത്തിൻ്റെ ഭാര്യ വഫാത്തായ അന്ന് ഏലംകുളത്ത് അദ്ദേഹം ഒരു മറുപടി പ്രസംഗത്തിന് പോയി, നൂരിഷാ തുരീഖത്തിന്. പലരും പറഞ്ഞു ഉസ്താദ് ഒന്ന് പോകേണ്ടതില്ല, മാത്രമല്ല അവർ സിഹിർ ചെയ്യും, അങ്ങക്കെതിരെ സിഹിർ ചെയ്യുമെന്ന് പറഞ്ഞു. ഈ അനുഭവം എന്നോട് പങ്കുവച്ചത് ബഹുമാനപ്പെട്ട കല്ലൂർ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാരാണ്. അദ്ദേഹം പറഞ്ഞ അതേ വാക്ക് പറയുകയാണെങ്കിൽ, തന്തണ്ട് കിതാബും കെട്ടേറ്റ് ഇങ്ങനെ വരുന്നു, ഡിക്കിയിലും കാറിലും മുഴുവൻ കിതാബ് തന്നെ. അങ്ങനെ ഞങ്ങൾ സൗഹൃദ സംഭാഷണത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ വന്നിട്ട് ഏലംകുളത്ത് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എടാ ധൈര്യമുണ്ടെങ്കിൽ സിഹിർ ചെയ്യടാ, ധൈര്യമുണ്ടെങ്കിൽ ചെയ്യടാ. നീ അയക്കുന്ന ശൈത്താൻ 10 മീറ്റർ അകലെ നിൽക്കുകയുള്ളൂ. ഇതൊരു സാധാരണ വടിയല്ലടാ, ധൈര്യമുണ്ടെങ്കിൽ ചെയ്യടാ. സ്റ്റേജിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ വെല്ലുവിളി നടത്തുന്നത്. പിന്നെ അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അസുഖം 4 വിധമാണ്. ഒരു അസുഖം എന്ന് പറഞ്ഞത് 4 വിധമാണ്. ഞാൻ പിന്നെ എങ്ങനെ അവിടുന്ന് ഇവിടുന്ന് വായിച്ചതാട്ടോ. ഇൻ്റെ അസുഖം എന്ത് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വരരുത്, എനിക്കതിനെ പറ്റിയൊന്നും വലിയ പിടുത്തൊന്നുമില്ല. പിന്നെ ഒന്ന്, ദറജ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള അസുഖങ്ങൾ ഉണ്ടാകും. ഒരാളുടെ ദറജ ഉയർത്താൻ ഒരു മനുഷ്യൻ മാക്സിമം ഇബാദത്ത് ചെയ്താൽ എത്ര എത്തുക? മനുഷ്യന്റെ കഴിവിന്റെ അപ്പുറം പോകാൻ പറ്റുമോ? ഇല്ല. അള്ളാഹു തആല ആർക്കായാലും വലിയ കഴിവ് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. എന്താ കാട്ടുക? അസുഖം കൊടുക്കും, അയാൾക്കതൊരു രസമായി മാറും. അതൊക്കെ ഓരോന്നിനോരോ അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാകും. ഓരോരുത്തരെങ്ങനെ ഓരോരുത്തർ സംസാരിച്ചാൽ മനസ്സിലാകും. അത് മനസ്സിലായില്ലേ? അപ്പോൾ ദറജ ഉയർത്താനുള്ളതാണ് ഒരസുഖം. അങ്ങനെ വരുമ്പോൾ മറ്റൊന്ന് അവന് പിന്നെ ഒരു സൂചന, ഒരു കിനായത്ത്, ഒരു സൂചന. ചങ്ങായി നിർത്തിക്കണം പ്ലീസ്, ടൈം കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഇതൊന്ന് കൺട്രോൾ ചെയ്യണം. നമ്മളെന്ത് ചെയ്യും? ഒരു മുറുക്ക് വെള്ളം കൂടി കുടിച്ചിട്ട് വീണ്ടും അടിച്ചിട്ടിടും. ഉണ്ടാവും. എൻ്റെ ഉദാഹരണം പറയാം. ഒരു നെഞ്ഞുവേദന ചെന്ന് നോക്കുമ്പോൾ ഗ്യാസാണെന്നാണ്, അബ്ഡോമിനൽ അഞ്ചൈന എന്നാണ് അതിന് ഡോക്ടർമാരുടെ ഭാഷ. സെയിം അറ്റാക്കിൻ്റെ അതേപോലെ, എന്നാ അറ്റാക്കല്ല, അതിൻ്റെ അതുപോലത്തെ ഒരു വേദന. ഇനി വേദന ഉണ്ടെങ്കിൽ ദിമക്ക് ഗ്യാസാക്കിയങ്ങാണ്ട് നിങ്ങൾ ഗുളി കുടിച്ചാതിരിക്കണം, വേറെ വർത്താനം ഞാനത് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഒരു സൂചനയാണ്, കുട്ടിയെ ഒന്ന് ശ്രദ്ധിക്കാനായിക്കണം. ഓവർലോഡാണ് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ശ്രദ്ധിക്കാൻ. മറ്റൊന്ന് പരീക്ഷണത്തിൻ്റെത്, മറ്റൊന്ന് അദാബിൻ്റെത്. ഇതിന് 4 സ്വഭാവങ്ങളുണ്ട്. ഇപ്പോൾ അത് വിശദീകരിക്കുന്ന ടൈമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ചില നിങ്ങൾ നോക്കുമ്പോൾ ചില ആൾ, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരാൾ പറയും, എന്തൊക്കെ വിശേഷങ്ങൾ? അൽഹംദുലില്ലാ, റാഹത്തല്ലേ? വേദന അതൊക്കെ എൻ്റെ ബൈക്ക് നടക്കുന്നത്, അൽഹംദുലില്ലാ, എന്നാലും അൽഹംദുലില്ലാ. അത്തിപ്പറ്റ ഉസ്താദിനോട് എന്തൊരു ചോദിച്ചു നോക്കി നിങ്ങൾ. 25 തവണ തലയിൽ കീമോ ചെയ്ത മനുഷ്യനാണ് 89 വയസ്സിട്ട ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ. അള്ളാഹു ആരോഗ്യത്തോടുള്ള ദീർഘായുസ് നൽകി സമൂഹത്തിന് ആ അനുഗ്രഹം നിലനിർത്തട്ടെ. എന്നോട് പറഞ്ഞ ഉസ്താദ് ഒമാനിൽ വന്നപ്പോൾ എന്തോന്ന് പറഞ്ഞപ്പോൾ, നമ്മളൊക്കെ ചോട്ട നേതാക്കൾക്കൊന്ന് യാത്ര ചെയ്ത 89 വയസ്സായൊരു മനുഷ്യൻ ഇപ്പോഴും വിദേശ പര്യടനത്തിന് പോവുകയാണ്. കാറിൽ തന്നെയാണ് യാത്ര. ഹെലികോപ്റ്റർ എടുത്തിട്ടില്ല, കാറിൽ തന്നെയാണ് യാത്ര. അത്ഭുതമല്ലേ? ഇവിടെ നിന്നൊന്ന് പോയി ഉംറക്ക് പോയി വന്നിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നോക്കെ, ഇനിയിപ്പോൾ പരിപാടി ഞാൻ അടുത്ത ആഴ്ച. ക്ഷീണാണ് നമുക്ക്. ഞങ്ങൾ ഒമാനിൽ ഇങ്ങനെ മഗ്‌രിബിക്കേഷനൊന്നും പരിപാടി നടക്കൂല. ഒമാനിലെ പരിപാടി തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മജ്‌ലിസുന്നൂർ രാത്രി 11:30 ആരംഭിക്കുക. പള്ളിയിൽ വെച്ചിട്ടായിരിക്കും. ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ കുറേ സൗകര്യങ്ങളുണ്ട്. പള്ളിയിൽ വെച്ചിട്ട് ഞങ്ങൾ മജ്‌ലിസുന്നൂറും സലാത്തും, പിന്നെ ഞങ്ങൾക്കൊന്നും ഇല്ലാത്ത നമ്മൾ അമീറിനായിട്ട് എപ്പോഴും തല്ലിവിടുന്നതാണ് ഒലറ്റൊക്കെ. പിന്നെ ഞങ്ങൾക്കുള്ള ഞങ്ങൾ മയ്യിദസ്കാരം ഇവിടെ നിസ്കരിച്ചു. ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ജുമ കഴിഞ്ഞ് ആ പള്ളിയിലിരുന്ന് ക്ലാസ് നടത്തി അവിടെ തന്നെയാണ് ഞങ്ങൾ മയ്യിദസ്കരിക്കുക. അവിടെ തന്നെ മയ്യിദസ്കരിക്കുക. ഞങ്ങൾ കുടുംബസ്ഥാദിൻ്റെ പേരിൽ 3 പള്ളികളിലായിരുന്നു മയ്യിദസ്കാരം. ഒമാനിലൊക്കെ അങ്ങനെ നോക്കിയിട്ടുണ്ടാവും. ചിലരൊക്കെ പങ്കെടുക്കും ചെയ്യും. അതേപോലെ തന്നെ പെരുന്നാൾ നിസ്കാരം ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നടത്തുക.
നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയോളന്നില്ല. പെരുന്നാളിന്റെ നിസ്കാരം ഒമാനികൾ പിരിഞ്ഞാൽ പോയ ആ പള്ളിയിൽ മിമ്പർമ കയറി ഖുത്ബ ഓതിയിട്ടാണ് ഞങ്ങൾ പെരുന്നാൾ നിസ്കരിക്കണത്. അല്ലാത്തത് പിന്നെ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഞാൻ പറഞ്ഞു പോകും. ടിപ്പറ്റ് ഉസ്താദ് 1:30 മണി കഴിഞ്ഞു. ഞങ്ങളവിടെ വന്ന ഫത്തുഹുൽ ഫത്താഹിന്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നപ്പോൾ പരിപാടി കഴിഞ്ഞപ്പോൾ 1:30 കഴിഞ്ഞു. എന്നോട് പറഞ്ഞു വല്ലാതെ നേരം വൈകേണ്ട, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. മൂപ്പർക്ക് ബുദ്ധിമുട്ടില്ല. ആലോചിച്ച് നോക്കി നിങ്ങൾ, ഇത് അത്ഭുതമല്ലേ? 25 കീമോ കഴിഞ്ഞു പറഞ്ഞു എന്നോട്. തലക്കേ സുബ്ഹാന മൻസല്ല. എന്നിട്ട് വല്ലെന്താ പറഞ്ഞ അൽഹംദുലില്ലാ കുഴപ്പമില്ല, അതിനല്ല അല്ലാഹു തആല തന്നിട്ടുള്ളത്. അതാണ് അവിടെ ഒരു വിഷയം. നമ്മളൊക്കെ ആണെങ്കിലോ അതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം. അപ്പോൾ രോഗങ്ങൾ അങ്ങനെ ഉണ്ടാകും. അപ്പോൾ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ അങ്ങനെ ഉണ്ട്. പക്ഷെ നമ്മൾ പേടിത്തൊണ്ടന്മാരാകാണ്. നമ്മളെ ഉലമാഇന് അള്ളാഹുവിൻ്റെ കാവലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അല്ലറ ചില്ലറ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതിരിക്കൂല. പിന്നെ ചുളൂല് സ്വർഗത്ത് ചാടണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കുറുക്കോഴി അതിനുണ്ടോ? ചുളൂല് വെല്ലങ്ങൾ പോകുമ്പോൾ ചാടുക ആ പരിപാടി ഇല്ലല്ലോ. നമ്മൾ കറണ്ട് ബില്ലടക്കാൻ ചെല്ലണമാതിരി കറണ്ട് ബില്ലടക്കാൻ നമ്മൾ ചെന്ന് ആദ്യം വരിക്കാനുള്ള നോക്കുക. വരി അവിടെ എത്തിക്കണമെന്നല്ല, പരിചയക്കാരെങ്കിലും ഉണ്ടോ ഓൻ്റെ അടുത്ത് വല്ല കൊടുക്കാൻ എന്ന പോലെ നമ്മളെ ടിക്കറ്റ് ഓനെ കൊണ്ട് മുറിപ്പിച്ച് ചാടാനുള്ള ഒരു പരിപാടി സ്വർഗത്തിലേക്ക് ഇല്ലല്ലോ. നമ്മൾ കുറച്ചൊക്കെ വേണ്ടേ? അപ്പോൾ അതൊക്കെ ഉണ്ടാകും. സമസ്തയിൽ പ്രവർത്തിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്താ? ഹുഫത്തിൽ ജന്നത്ത് ബിൽ മക്കാരിഹ്, വെറുക്കപ്പെട്ട കാര്യങ്ങളാൽ പൊതിയപ്പെട്ടതാണ് സ്വർഗം എന്നുള്ളത്. ഇത് സ്വർഗത്തിലേക്കുള്ള റൂട്ടാണ്. ഇത് സ്വർഗത്തിലേക്കുള്ള റൂട്ടാണ്. ബഹുമാനപ്പെട്ട ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവിടുന്ന് അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഓർക്കണം. അല്ലാഹുവേ, ഈ സംഘത്തിൽ അണിനിരക്കുന്നവരെ അവസാനം മഹ്ദി ഇമാമിന്റെ പിന്നിൽ അണിനിരത്തണേന്ന ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേന്നല്ല പ്രാർത്ഥന. പ്രാർത്ഥന നോക്കണം. അതൊരു ഇലാഹിയായ തൗഫീഖാണ്. ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേന്നാണ് നമ്മൾ സാധാരണ പറയാം. അങ്ങനെ പറഞ്ഞില്ല. കാരണം എല്ലാ മുഅ്മിനീങ്ങളും ഒന്നിച്ച് മരിക്കണ രംഗല്ലേ. അങ്ങനെ പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥിച്ചത് എന്താണ്? ഈ സംഘത്തിൽ അണിനിരക്കുന്നവരെ അള്ളാഹുവെ അവസാനം മഹ്ദി ഇമാമിന്റെ പിന്നിൽ അണിനിരത്തണേ എന്നാണ്. ആലോചിച്ച് നോക്കി. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു ആൺനോക്കിയുടെ വ്യതിചലിച്ചിട്ടില്ല. ഇവിടെ കോട്ടമല ബാപ്പു മുസ്ലിയാരെ സംബന്ധിച്ച് ധാരാളം പരാമർശിക്കപ്പെട്ടു. ഈ അടുത്ത് വഫാത്ത, ഈ അടുത്ത് സമസ്തയിൽ നിന്ന് വേർപിരിഞ്ഞതിൽ ഏറ്റവും വലിയ നഷ്ടം, എല്ലാം നഷ്ടം തന്നെയാണ്. പക്ഷെ ഏറ്റവും വലിയ നഷ്ടങ്ങൾ രണ്ടായിട്ടാണ് ഞാൻ കാണുന്നത്. ഒന്ന്, മസ്അല പറഞ്ഞ് കയ്യറപ്പ് തീർന്ന ഒരു മഹാമനുഷ്യനുണ്ടായിരുന്നു. കുണ്ടോട്ടിയിലെ ഏന്തിയും കുട്ടിയൊലിയേരി, സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ എന്നൊക്കെ ഇപ്പോൾ പറിച്ചു തുടങ്ങിയതാണ്. പഴയ കാലത്തെ പേര് ഏന്തിയും കുട്ടിയൊലിയേരി എന്നാണ്. ഓടക്കര ഏന്തിയും കുട്ടിയൊലിയരും, കുണ്ടോട്ടിയിലെ ഏന്തിയും കുട്ടിയൊലിയരും, ചെമ്മാട്ട ഏന്തിയും കുട്ടിയൊലിയരും എന്നും പറയും. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, അള്ളാഹു സ്വർഗീയ ലോകത്ത് ഉയർന്ന പദവി കൊടുക്കട്ടെ. എന്ത് മസ്അലക്കാണ് ചെന്നാലും കയ്യറപ്പ് തീരെ അതിനൊരു ധൈര്യമുണ്ട്. അന്ന് ജീവിച്ചിരിക്കുന്ന പലരും പല പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾ ഏന്തി കുട്ടിയെടുത്ത് കേൾക്കോളി. ബഹുമാനപ്പെട്ട ഓടക്കൽ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ ശിഷ്യനാണ്. മഹാനവറുകളെടുത്ത് വരുന്ന പ്രശ്നങ്ങൾ പോലും പറഞ്ഞേക്കങ്ങൾ ചെമ്മാട്ട് ഏന്തിയും കുട്ടിയെടുത്ത് പോയിക്കോളി. മുണ്ടുമൊഴിയിൽ ഞാൻ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉസ്താദായിരുന്നു അവിടുത്തെ ഖാദി, അല്ലാഹു തആല സ്വർഗീയ ലോകത്ത് ഉയർന്ന പദവി കൊടുക്കട്ടെ, പൊന്മള പരീദ് മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം അവിടെ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ഖാദിയായി തീരുമാനിച്ചു. അവർ ഖാദിയായി ബൈഅത്ത് ചെയ്യാൻ മൂപ്പര് വന്നു. സംസ്ഥാന സെക്രട്ടറി തന്നെയാണ്. ഞാനിങ്ങനെ ഓർക്കുകയാണ്, നമ്മളിപ്പോൾ ഒന്നുമല്ലല്ലോ. അങ്ങനെ ചെന്നു. അപ്പണ്ട് കയ്യിലൊരു പൊതി ഉണ്ടാവും. ഞാൻ ചോദിച്ചു എന്താ പൊതു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇതൊരു നീളം കുപ്പായ, ഇത് കുത്തുപോകുമ്പോൾ ഇടണ്ടേ. ഇവിടെ നീളം കുപ്പായം അതിന് പുറമെ കോട്ടും ഇങ്ങനെ അടുക്കി വെച്ച അതേമാതിരിയുള്ള ഒരു പോസ്റ്റാണ് മൂപ്പര് ഇരിക്കുന്നുണ്ട്. മൂപ്പര് കുപ്പായം ഒരു പേപ്പറിൽ പൊയിഞ്ഞു കൊടുന്നിരിക്കുകയാണ്. എന്തിന്? കൊത്തുപോതും പെടാതെ ഇടണ്ടേന്ന്. എന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ കുത്തുപോതിക്കോളൂ ഉണ്ട്, ഞാൻ നിൽക്കരിച്ചുകൊണ്ടെന്നോ അങ്ങനെ പറഞ്ഞേ. അങ്ങനെ ബഹുമാനപ്പെട്ടവർ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇത്തരം വലിയ വലിയ ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുക്കുമ്പോൾ എനിക്ക് ധൈര്യം തരുന്നത് ബഹുമാനപ്പെട്ട കണ്ണിയൻ
ഉണ്ടായിരുന്ന സമയത്ത്, അങ്ങനെ മൂപ്പര കണ്ണിയത്ത് എന്നൊക്കെ പിന്നെ മൂപ്പരൊക്കെ അങ്ങനെ കണ്ണിയൻ എന്നാ പറയാം, കണ്ണിയനുള്ള സമയത്ത് മഹാനവറുകൾ എന്നെ പല കാര്യങ്ങളിലും ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ മഹാനവറുകൾ അതിൽ പലതും ഏൽപ്പിച്ചതുകൊണ്ട് എനിക്കതിനൊരു ധൈര്യം വന്നു. അതുകൊണ്ടാണ് ഇത്ര വലിയ ഉത്തരവാദിത്തങ്ങൾ ഞാൻ ഏറ്റെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ കണ്ണിയത്ത് ഉസ്താദിന് അദ്ദേഹം മസാല പറഞ്ഞാൽ തൃപ്തിയായിരുന്നു. നമ്മളെ ഈ മറ്റേ ഖുർആൻ, ഇപ്പോൾ ഇവിടെ അങ്ങനെ തഫ്സീറുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ ഇതുണ്ടല്ലോ, ഈ പരിഭാഷൻ്റെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് സത്യത്തിൽ ഇലക്കും മുള്ളിനും കേടില്ലാതെ തീർത്തതിൻ്റെ പിന്നിൽ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരാണ്. കണ്ണിയത്ത് ഉസ്താദിനെ കണ്ടൊരു ചോദ്യം ചോദിച്ചതാണ്. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, വാണ്ടോര് വാണ്ടമാര് ചെയ്തോളി, സമസ്തക്കൊരു തീരുമാനമില്ല ഇല്ലാർ. അത് പറയിപ്പിച്ചതിൻ്റെ പിന്നിൽ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരാണ്. മസ്അല പറഞ്ഞ് കയ്യറപ്പ് തീർന്ന ഒരു മഹാമനീഷി അദ്ദേഹമാണ് മസ്അലയിൽ അവസാന വാക്കുന്നൊന്നും പറയേണ്ട. അതുപോലത്തെ പണ്ഡിതന്മാർ സമസ്തയിൽ വേറെ ഉണ്ടായിരുന്നു. പക്ഷെ കയ്യറപ്പാണ് തീരാന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. അതുപോലെ കോട്ടുമല ബാപ്പു മുസ്ലിയാർ, കോട്ടുമലയുമായി യാതൊരു ബന്ധമില്ല, പക്ഷേ പേര് കോട്ടുമല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ നാട് കാളമ്പാടിയാണ്. അദ്ദേഹത്തിൻ്റെ വാപ്പ ദർസ് നടത്തിയതാണ് കോട്ടുമല, മകനും ആ പേരിട്ടി കോട്ടുമല എന്ന്. മർഹം നാട്ടിക മൂസ മുസ്ലിയാർക്ക് നാട്ടികെന്ന് പേരിട്ടിയ മൂപ്പരോട് ദർസ് നടത്തിയോണ്ടാണ്. നല്ല സൗകര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സിറാജിന് എത്ര കോപ്പി ഉണ്ടെന്ന് മൂപ്പരോട് നേരിട്ട് അതിൻ്റെ പത്രപ്രവർത്തനം പറഞ്ഞിട്ടുണ്ട് എഡിറ്റർ. മൂസലിയറിനെ പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടുക്കണമെന്നറിയില്ല. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളെ പേര് തന്നെ പേര് മൂസ, എവിടെ ആ മേലാറ്റൂരാ കഴിഞ്ഞല്ല. അബ്ബൽ നാട്ടിക മൂസല്ലേ കേട്ടിട്ടുള്ളൂ. ചിലപ്പോൾ നമുക്കതങ്ങനെ ഉപകാരപ്പെടാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിൽ ഒരുപാട് മഹത്തുക്കൾ ത്യാഗം ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഈ കാണുന്ന ഒരു ഉയർച്ചയും നമുക്ക് ഈ കാണുന്ന ഒരു കൂട്ടായ്മയുടെ ബോധവും നമുക്കുണ്ടായത്. നമ്മുടെ ഇടയിൽ ഈ കാണുന്ന ഒരുമക്കിടെ പിന്നിലെ രഹസ്യം അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഒരു പക്ഷേ നമ്മൾ ഓർക്കും, ഇന്ന് ഇവിടെ കൂടിയപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ കാണുകയോ ഇനി കാണുമെന്ന് പ്രതീക്ഷിക്കുകയോ ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹുമ്മ മഗ്ഫിർ ലഹും എന്ന് അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു. ഈ ബോധം ആര് തന്നു നിങ്ങൾക്ക്? എന്താ പാകിസ്ഥാനിലാരും മരിക്കണില്ലേ? ബംഗാളിലാരും മരിക്കണില്ലേ? യുപിയിലാരും മരിക്കണില്ലേ? പക്ഷെ ഈ ഒരു ബോധം ഒരിങ്ങനെ തുറച്ചു നോക്കുമല്ലോ. എന്താ പരിപാടി? ഇവിടെ ഉണ്ടാവില്ല, കാരണം നിങ്ങളറിയില്ലോ. ഞങ്ങളൊക്കെ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ അങ്ങനെ നോക്കും, ക്യാവാ എന്ന് ചോദിക്കും. കാരണം ഓൽക്കറിയില്ല എന്താണ് സംഭവം. കാരണം സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് സാധാരണക്കാരെ കൈപിടിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം അവരുടെ പക്കൽ നിന്നുണ്ടായില്ല എന്നുള്ളതാണ്. വലിയ ഗ്രന്ഥങ്ങൾ രചിക്കാൻ അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. മഹാനായ ഷെയ്ഖുന ഷംസുൽ ഉലമ മുതവ്വൽ ക്ലാസ്സിൽ ബുഖാരി എടുത്തപ്പോൾ അത് കേട്ടിട്ട് നോട്ട് എഴുതിയ ആൾക്കാർക്ക് പിന്നെ കിട്ടിയ പേരെന്താ നിങ്ങൾ? ഷെയ്ഖുൽ ഹദീസ് എന്നാ. ഞാൻ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. പിന്നെ കരീം ദാരിമി ചിരിക്കണ്ടു. മൂപ്പറിഞ്ഞ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടാക്കണമെന്നറിയില്ല. കരീം പൈസ അല്ലല്ലേ. ദാരിയും ചെറിയൊരു ഓർമ്മ അങ്ങനെ പോയിട്ടുണ്ടാകും ചിലപ്പോൾ. ഷംസുൽ ഉലമ ബുഖാരി സബുക്ക് നടത്തിയപ്പോൾ തൊട്ടപ്പുറത്തിരുന്നുങ്ങാണ്ട് അതിൻ്റെ നോട്ട് എഴുതിയ ആളുകൾ പിന്നീട് അറിയപ്പെട്ടത് ഷെയ്ഖുൽ ഹദീസ് എന്നാണ്. ഷംസുൽ ഉലമ ബുഖാരിക്കൊരു വ്യാഖ്യാനം എഴുതാൻ തീരുമാനിച്ചു. പിന്നെ മൂപ്പര് പറഞ്ഞു, ആർക്ക് വേണടോ ഇതൊക്കെ, ഇതൊന്നും മനസ്സിലാക്കാനുള്ള ആളുകൾ ഇനി വരാനില്ലടോ. ഇൽമിൻ്റെ നിറകുടം. പിന്നെ ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞു കണ്ടക്ടർ പറഞ്ഞു കണ്ടല്ലേ ചക്കരെന്നല്ലേ കുട്ടവനാപ്പൂലര്. നിങ്ങളീ പറയുന്ന ഷംസുൽ ഉലമയും പഴയ കാലത്ത് ഇങ്ങനൊക്കെ തന്നെയായിരുന്നു, കുട്ടിയാൽ മതി. ഷംസുൽ ഉലമ പിന്നെ വാഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജിക്ക് ബിരുദത്തിന് പോകുന്ന സമയത്ത് ഇവിടുന്ന് ഒരു കത്ത് തന്നി, നീ കുട്ടി കുറച്ച് പരിഷ്കാരിയാണ് കേട്ടോ, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട്. ഉണ്ടാകുമല്ലോ, ഇതിലുണ്ടാകുമല്ലോ. ഒട്ടപ്പുര വാപ്പുപോലെയാണ് വലിയൊരു മികവ്. ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് അറിയുങ്ങൾ, മൂല്യമാരെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റിയിരുന്നു എന്നുള്ളതാണ്. അത് വലിയൊരു കഴിവാണ്. നിങ്ങൾ മനസ്സിലാക്കണ മാതിരിയൊന്നുമല്ല. നാടൻ ഭാഷയിൽ 4 തലക്കും അതൊക്കൂലെന്നാ പറയാറ്. പക്ഷെ 4 മൂല്യമാരൊത്ത് കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. വമിൻഹുമാന, ഞാനും ഈ പെട്ട ആളാണല്ലോ. തമാശ ഒന്നല്ല, അങ്ങനെയാണല്ലോ. എന്താണ് പറഞ്ഞാലും ഒരുപോലെ. ഇപ്പം നിങ്ങളിവിടെ പണ്ഡിത സഭ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അൽഹംദുലില്ലാ, അല്ലാഹു തആല കൂട്ടായ്മയും ആ ഒരുമയും നിലനിർത്തി തരട്ടെ. ഒന്ന് തെറിച്ച് നിന്നാൽ കഴിഞ്ഞു കഥ. മനസ്സിലായി നിങ്ങൾക്ക്? ഒന്ന് തെറിച്ച് നിന്നാൽ മതി.
അത് പെട്ടെന്ന് മനസ്സിലാവും. ഒരു 4 കൊല്ലം ഓതാൻ പോയ കുട്ടിന് ഒറ്റ ചോദ്യം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. വല്ലപ്പുഴയിൽ ഒരു സംവാദം നടക്കുകയാണ്, ഒരു മുഖാമുഖം. വല്ലപ്പുഴയിൽ ഒരു മുഖാമുഖം നടക്കുകയാണ്. പിന്നെ നിങ്ങളും മുസ്തഫ അഷ്റഫി കക്കുപ്പടി വരുമ്പോൾ ചോദിച്ചാൽ മതി. പിന്നെ മൂപ്പരും അതേപോലെ തന്നെ പിന്നെ നമ്മളെ കല്ലൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാരൊക്കെ പാടാണ് നേതൃത്വം കൊടുക്കുന്നത്. അത് ഏതാ സമ്മാനം അറിയങ്ങൾ? പിന്നെ ഞാൻ പേരുകളൊന്നും പറയില്ല. ഒരാളിങ്ങനെ വലിയ സംവാദം കൊണ്ട് മുഖാമുഖം കൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അതിനെ ഒതുക്കാൻ വേറെ ഒരാൾ തൻ്റെ 2 ശിഷ്യന്മാരെ ഇറക്കിയിട്ട് ഒരു മുഖാമുഖ നാടകം ഉണ്ടാക്കിയിരുന്നു. ആ സമയത്ത് നമുക്ക് മുഖാമുഖമല്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോഴാണ് കൊല്ലു ഉസ്താദും അതുപോലെ തന്നെ അഷ്റഫിയൊക്കെ പടങ്ങനെ ഇറങ്ങിയത്. അഷ്റഫി മുപ്രശ്യനാണ്. അങ്ങനെ പിന്നെ എന്ത് ചെയ്യും, വല്ലപ്പുഴയിൽ സംവാദം നടക്കുന്ന സമയത്ത് ഒരു മുഖാമുഖം. അപ്പം ഞാൻ വെള്ളിയാഴ്ച അതേപോലെ നാട്ടിൽ പോയതാണ്, വ്യാഴാഴ്ച തോന്നുന്നുണ്ട്, വ്യാഴാഴ്ച തന്നെ. അപ്പോൾ ചെറുക്കന്മാർ പറഞ്ഞു നിങ്ങൾ പോരി നമുക്ക് മുഖാമുഖം കേൾക്കാൻ. ഞാൻ പറഞ്ഞു എനിക്ക് പോരി പറഞ്ഞാണ്ട് വണ്ടി കയറ്റി കൊണ്ടുപോയി. വല്ലപ്പുഴ ചെന്ന് നോക്കുമ്പോൾ മുഖാമുഖം കല്ലൂർ ഉസ്താദ മറുപടി. കല്ലൂർ ഉസ്താദ് പാവം ഇങ്ങനൊന്നും വല്ലാതെ അങ്ങോട്ട് ഇതായിട്ടില്ല. ഇത് കുരുട്ടുബുദ്ധിമാണെന്ന് കുറച്ചൊക്കെ. അങ്ങനെ ഒരു ചെങ്ങായി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഉസ്താദ് ചക്ക എന്ന് പറഞ്ഞാൽ പിന്നെ ഓൻ മാങ്ങാന്നാണ് പറയണേ, പിന്നെ ഓൻ ചക്കൻ്റെ വർത്തമാനം പറയില്ല എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നതിനെല്ലാം ഓൻ പിന്നെ ഉപചോദ്യം വരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഇൽമില്ലല്ലോ, ഇൽമുള്ളൂ. അപ്പോൾ നമ്മൾ ചെന്ന് നോക്കി പിന്നെ ഇത് ഏതാ സംഭവം. അപ്പോൾ നോക്കുമ്പോൾ സംഗതി വേറെയാണ്. അപ്പോൾ തന്നെ എനിക്ക് വേറെ ആൾ ഇൻഫർമേഷൻ കിട്ടി. വണ്ടുംതറയുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞു ഓൻ ഇന്ന ആളാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഓഹോ. ഞാൻ അപ്പോൾ കൊടുത്ത ഇൻഫർമേഷൻ പിന്നെ കല്ലൂർ സിസ്റ്റം ഒന്നിനും മാറിക്കാറ്. അഷ്റഫി പറഞ്ഞു എപ്പോഴും എനിക്ക് ഒന്നിനും മാറിക്കുക ഇൻഫർമേഷൻ അവിടെ കിട്ടി, ഒന്നങ്ങോട്ട് മാറിക്കാറുന്നോ ചോദിച്ചു. അവനോട് പറഞ്ഞു അവൻ അന്ന് പഠിക്കുന്ന കോളേജിൽ നൽകുന്ന ബിരുദത്തിൻ്റെ പേരെടുത്തിട്ട് പറഞ്ഞൂടാ എന്താണ് എൻ്റെ സംശയം എന്ന് ചോദിച്ചു. പെണ്ണ് ഞെട്ടിപ്പോയി. ഓടി മതി. കാരണം ആ ചോദ്യം നമുക്ക് മനസ്സിലാക്കാം, ഇവൻ ഓതിയ കുട്ടിയാണോ ഓതാത്ത കുട്ടിയാണോ എന്നുള്ളത് അവിടെ മനസ്സിലാകും. അപ്പം ഈ ഇവരെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദിന് കഴിഞ്ഞു എന്നുള്ളതാണ് വലിയൊരു കഴിവാണത്. മുഷാവറയിൽ പോലും ഈ അടുത്ത് നടന്ന സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ പോലും ബഹുമാനപ്പെട്ടവരുടെ ആ നയതന്ത്ര കഴിവില്ലായിരുന്നുവെങ്കിൽ വലിയൊരു കഴിവാണത്. ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാദാത്തുക്കളും ആലിമീങ്ങളും അവർ ത്യാഗം സഹിച്ചത് കൊണ്ടാണ് നമുക്ക് കിട്ടുന്ന ഈ ഒരു സൗഭാഗ്യമുണ്ടായിട്ടുള്ളത്. അബു സഅദാത്ത് അഹമ്മദ് കോയ ശാലിയാത്തിയെ പോലെ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമയെ പോലെ വലിയ പണ്ഡിതനായിരുന്നു. ഞാൻ പറഞ്ഞു ഇവിടുന്ന് പോകുമ്പോൾ എഴുതി വിട്ടു. ചെന്നപ്പോൾ ഈ കുട്ടിനൊന്ന് അളക്കാൻ അവർ ചോദിച്ചാ മൻ എന്ന് ചോദിച്ചു. മൻ ഷംസുലമയും പറഞ്ഞു മീൻ. അവസാനം ചോദിച്ച ഉസ്താദ് കുടുങ്ങിപ്പോയി. എന്താ മൻ എന്ന് ചോദിച്ചാൽ മൻ അൻതാന്നാ ഞാൻ ചോദിച്ചത് കാരണം മഹാനവരെല്ലാം പറയും ഞാൻ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് എന്നാ പറഞ്ഞു. ബാക്കിയാന്നൊരിക്കൽ വീഡിയോ ചെയ്യുന്നു ഷംസുലമ, നിങ്ങൾക്കറിയില്ലേ? വീഡിയോ അയച്ചു ഷംസുലമ ബാക്കിയാത്തെന്ന് വീഡിയോ. നിങ്ങളതിന് തെളിവായിട്ടൊന്നും പറയണ്ട കേട്ടോ, ഇതെല്ലാം പറയാന്നുള്ളൂ. മഹാനവറുകൾ വീഡിയോ അയച്ചു. പ്രിൻസിപ്പാൾ പിടിച്ചു. എന്താ ചെയ്യുക, പഠിക്കണ കാലല്ലേ, പഠിക്കണ കാലത്ത് കാരണം അങ്ങനത്തെ കാലം തന്നെയാണ്. പിന്നെ വീഡിയോയിലേക്കൽ ഇಬ್ಬരി പറഞ്ഞമാതിരി വലിയ സംഭവമാണെന്നൊന്നും എനിക്ക് മുമ്പേ തോന്നിയിട്ടില്ല. അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ കൊണ്ടുവന്നു ഷംസുലമനെ നിർത്തി ചോദ്യം ചെയ്തപ്പോൾ ഷംസുലമ മറുപടി പറഞ്ഞു ഫിൽ ബാഖിയാതി വൽതിറാറൻ ഖഫഫ മിന്നി വഅന്നി ബഅദു മൻ ഖദ് സലഫ. ബഹുമാനപ്പെട്ട ബാഖിയാത്തിന്റെ പ്രിൻസിപ്പൾ ഇങ്ങോട്ട് കൂട്ടിപ്പിടിച്ച് കവളത്തൊരു മുത്തം കൊടുത്തിട്ട് പറഞ്ഞു പോയിക്കോർന്നു. എന്തിനാ വീഡിയോ വലിച്ചു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി അൽഫയിലൊരു ബെയ്ത്താണ്. ഇബ്നു മാലിക്കിന്റെ അൽഫയിലൊരു ബെയ്ത്ത് ഫിൽ ബാഖിയാതി വൽതിറാറൻ ഖഫഫ മിന്നി വഅന്നി ബഅദു മൻ ഖദ് സലഫ. മൂല്യന്മാർ അതിൻ്റെ അർത്ഥം അങ്ങനെ വെച്ചോട്ടെ, ഞങ്ങൾക്ക് അതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. ഇടങ്ങേറായി വലിച്ചു പോയത് അഞ്ഞുണ്ടാവില്ല, മാപ്പ് ചെയ്യണം. പക്ഷെ അതാ ബെയ്ത്ത് അങ്ങനെയാണ് മഹാനവറുടെ. ഈ അൽഫയ്ക്കൊരു പ്രത്യേകത ഉണ്ട്, ഏത് ബെയ്ത്തിനും രണ്ടർത്ഥം ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവുന്ന മൂല്യന്മാർ പറയുന്നുണ്ട്, ഉണ്ടാവണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് മഹാനവറുകളും ഒരാളുടെ മുൻകാല ജീവിതത്തിൽ ശരീഅത്തിനെതിരില്ലെങ്കിൽ അതിൽ പറയേണ്ടതൊന്നുമില്ല, അതിൽ നമ്മൾ ടെൻഷൻ ആവേണ്ടതില്ല. അപ്പം ഇതിന് മറുപടി അറിയാൻ എന്താ നിങ്ങൾ, നിങ്ങളോട് ആരെങ്കിലും ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ അയാൾ പഴയ ചക്കരല്ലേ ആയിക്കോട്ടെ, അതിനെന്താ, പഴയ ടിപ്പി പാത്രം ഏറ്റി നടന്നീ നാളെല്ലാം നിങ്ങളെ സെക്രട്ടറി എന്ന് ചോദിച്ചാൽ മതി.
കെ ഹസറത്തിന് ടിപ്പിപ്പാത്രം കൊണ്ടുവരുമായിരുന്നു. കെ ഹസറത്താണ് കുട്ടിയജ്ജ് പോരാറിനങ്ങാണ്ട് കൊണ്ടുപോയത്. വാക്യങ്ങള് ഒക്കെ സലാഹാദ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ ഷംസുൽ ഉലമയും കണ്ണിയത്തുസ്താദ് മഹാനവറുകളൊക്കെ വലിയൊരു പണ്ഡിതനല്ലേ. റഈസുൽ മുഹഖ്ഖീൻ എന്നാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടു. ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ് സ്വപ്നം കണ്ടു. ഒന്നല്ല 3 തവണ സ്വപ്നം കണ്ടു. എന്നിട്ട് ചോദിച്ചു, അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ ഖാത്തമുൻ നുബുവ എവിടെ? ഖാത്തമുൻ നുബുവത്ത് എനിക്ക് കാണണം, ചുമലുണ്ടല്ലോ, കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാത്തമുൻ നുബുവത്ത് കാണിച്ചു കൊടുത്തു. പട്ടിക്കാട് കോളേജിൽ വന്നിട്ട് ബഹുമാനപ്പെട്ടവർ ഈ വിഷയം പറഞ്ഞപ്പോൾ കുട്ടികൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂല് വന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയല്ലേ, പിന്നെ എന്തിനാണ് ഖാത്തമുൻ നുബുവത്ത് ചോദിക്കുന്നത്? ആ അടയാളം ചോദിക്കുന്നത് എന്തിനാ? ഉടനെ പറഞ്ഞ മറുപടി, എടോ ഞാൻ റഈസുൽ മുഹഖ്ഖീൻ, ഞാൻ മുഹഖ്ഖീഖല്ലടോ, എനിക്ക് തഹ്ഖീഖാക്കണ്ടേ എന്നാണ് ചോദ്യം. അതാണ് കണ്ണിയത്തുസ്താദ്. അവര് സാധാരണക്കാരന്റെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. ബഹുമാനപ്പെട്ട സി.എച്ച്. ഐദ്രോസ് മുസ്ലിയാർ. ആരാ സി.എച്ച്. ഐദ്രോസ് മുസ്ലിയാർ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റ്, പരീക്ഷാ ബോർഡിന്റെ ചെയർമാൻ. ഇതൊക്കെ ആയിരിക്കെയാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ ചെയർമാനായിരിക്കെ, ഇതൊക്കെ ആയിരിക്കുമ്പോഴാണ് മഹാനവറുകൾ സാധാരണക്കാരന്റെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിട്ട് ഓരോ സ്ഥലത്തും നടന്നുകൊണ്ട് ജമാഅത്ത് ഉണ്ടാക്കാൻ നോക്കിയിരുന്നു. ഒരു കാലത്ത് മലപ്പുറം ജില്ലയിലെ പല പള്ളികളിലും രജിസ്റ്റർ ഉണ്ടായിരുന്നു ജമാഅത്ത് വരുന്ന ആൾക്കാർ പേരെഴുതി ഒപ്പിടാൻ. പലർക്കും പരിചയം ഉണ്ടാകും. എന്നോടൊരുത്തരെന്ന് പറഞ്ഞു, അങ്ങനെ ഒരു ടീമിന് വരുന്നൊരു വിഷയം കല്യാണം ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആ നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടാവുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പം എന്ത് ചെയ്തു, എന്താ ഒരു അങ്ങനെ ഇങ്ങനെ, അതന്ന് ഹൈദറസോലിയരൊക്കെ ഒക്കെ പാടാൻ നടന്നിരുന്ന സമയത്തുള്ള രജിസ്റ്ററിൽ ഒപ്പിടാൻ വേണ്ടി വന്നിരുന്ന ആൾക്കാർ അപ്പം ഒന്നുമില്ല ആറിന്. അത്രയും അങ്ങനത്തെ ഒരു കാലഘട്ടം. 10-60 മുതഅല്ലിമീങ്ങൾക്ക് ഊരകത്ത് ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാണക്കാട്ടെ പൂക്കോയത്തങ്ങൾ നിങ്ങൾ SYSന്റെ ഓർഗനൈസർ ആവണമെന്ന് പറഞ്ഞപ്പോൾ വളഞ്ഞ കാലിലൊരു കൊടയും ഒരു ബാഗും തോക്കിൽ പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ സാധാരണക്കാരന്റെ ഇടയിലേക്ക് ഇറങ്ങിയത്. സാധാരണക്കാരന്റെ ഇടയിലേക്ക് ഇറങ്ങി ത്യാഗം സഹിച്ചു. എന്തിന്? ബിസിനസ് ആവശ്യാർത്ഥം പോയതല്ല. ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന് വളർച്ചയ്ക്ക് വേണ്ടി. ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാരെ പറ്റി പറഞ്ഞു. സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിൽ മാനേജർ ഉണ്ടായിരുന്നു. ഒരു മാനേജർ മൂസ മുസ്ലിയാർ. മൂസോലിയർ ആലിപ്പറമ്പ് ആ ഭാഗത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തോട് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഷംസുൽ ഉലമയെ പറ്റി പറഞ്ഞൊരു വാക്കുണ്ട്. ഷംസുൽ ഉലമ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ടാണ് ആ മനുഷ്യനെ നമുക്ക് കാണാൻ കിട്ടുന്നത്. ഇല്ലെങ്കിൽ ആ മനുഷ്യനെ നമുക്ക് കാണാൻ പോലും കിട്ടുമായിരുന്നില്ല. കാരണം ദിക്ർ ചൊല്ലിയിട്ട് ആ മനുഷ്യന്റെ പദവി അത്ര വലിയ ഉയരത്തിലാണെന്ന് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ അവർ അല്ലാഹു മർക്കദ മഹാനവർ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ ബാപ്പുലിയർ അങ്ങനെ പറയണമെങ്കിൽ ഷംസുൽ ഉലമയുടെ ദറജ എവിടെയായിരിക്കുമെന്ന് ഓർക്കണം. പലരും പറയുന്നു. ഇപ്പോൾ അടുത്ത് ഞാൻ ഒരു ക്ലിപ്പ് ഇങ്ങനെ കണ്ടു. പിന്നെ സമസ്തയുടെ ചില ആളുകൾക്ക് ഇപ്പോൾ ചിലതിങ്ങനെ തുടങ്ങിക്കോളും, ഞങ്ങളാണ് വലിയോലെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് പലരും. പക്ഷെ നമ്മൾ ഓർക്കണം, കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാരെ സംബന്ധിച്ച് പറഞ്ഞു, മൂപ്പരും ഇത് വേണ്ടാന്ന് പറഞ്ഞ ആളായിരുന്നു. മൈക്കിനെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞിട്ടേ സമസ്തയുടെ പ്രമേയം അന്നത്തത് വായിച്ചു നോക്കണം. പ്രസിഡന്റ് അടക്കം ഒപ്പുവെച്ചതാണ്. സമസ്തയുടെ പ്രമേയം തന്നെയാണ് ശരി, പക്ഷെ ഞാനിത് മാറുന്നു, ഈ പ്രമേയത്തോടൊപ്പം തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് എല്ലാ നേതാക്കളും സമസ്ത ഒരു തീരുമാനമെടുത്താൽ അതിനപ്പുറം പറയാൻ കഴിയില്ലായിരുന്നു. ഇന്നും കഴിയില്ല. സമസ്ത ഒരു ഇലാഹിയായ സംഘടനയാണ്. സമസ്തക്ക് അല്ലാഹു നൽകുന്നൊരു വലിയ ഒരു തൗഫീക്ക് കിട്ടിയിട്ടുള്ള സംഘടനയാണ്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ, സമസ്തയുടെ ഓരോ സമ്മേളനങ്ങളും ഓരോ പുതിയ നേതാവിൻ്റെ ഉദയത്തിന് കാരണമാകുമെന്ന് നമ്മൾ ഓർക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആദ്യ കാലഘട്ടത്തിൽ സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കാനും പാഞ്ഞു നടക്കാനും
ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. പാങ്ങക്കാരൻ രോഗിയാകുമ്പോൾ പിന്നീട് വരുന്നു റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ, കണ്ണൂരുകാരൻ. റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർക്ക് സുഖമില്ലാതെയാകുമ്പോൾ പിന്നീട് വരുന്നു ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് സുഖമില്ലാതെയാകുമ്പോൾ പിന്നീട് രംഗത്ത് വരുന്നു മഹാനായ ഷെയ്ഖുന ഷംസുലുലമ. ഷംസുലുലമ രംഗത്ത് വരുന്നത് വളാഞ്ചേരിയിലെ സമ്മേളനത്തോടുകൂടെയാണ്. ഓരോ സമ്മേളനത്തിലും ഓരോ 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 നേതാവ് ഉദയം ചെയ്യും. നിങ്ങൾ ആത്മാർത്ഥം ആലോചിച്ച് നോക്കി. സംഘടനാ രംഗം ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമായി ഇന്നലെ 85-ാം വാർഷികം കഴിയുന്നത് വരെ വാപ്പൂലിനെ പറ്റി വലിയ അടുപ്പം. 85-ാം വാർഷികത്തോടു കൂടെയാണ് സാധാരണക്കാരൻ്റെ ഇടയിൽ കണ്ണും തലയെടുത്തും കണ്ടു ഒരു മനുഷ്യനെ പൊന്തി വരുന്നത്. അത് സുപ്രഭാതത്തിന് വേണ്ടി, സുപ്രഭാതം എന്ന പത്രത്തിന് വേണ്ടി ഉയർത്തിക്കൊണ്ടുവന്നതാണ്. 90-ാം വാർഷികം. 90-ാം വാർഷികത്തിലും അടുത്ത സെക്രട്ടറി ഉദയം ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നീട് മനസ്സിലാകും. ഭാവിയിലേക്കുള്ളൊരു സെക്രട്ടറി 90-ാം വാർഷികത്തിൽ ഉദയം ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ പറയണമെന്നോ? പറയണില്ല. അങ്ങനെയാണ് സമസ്തയുടെ ഏതൊരു വിഷയം എടുത്തു നോക്കിയാലും അങ്ങനെയാണ്. നേരത്തെ ബാബു മുസ്ലിയാരുടെ ഒരു വാക്ക് പറഞ്ഞു, ശംസുലുലമ എവിടെ കടക്കുന്നു എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കിയാൽ മതി സമസ്ത ഏതാണ് എന്ന്. അത് വേറൊരു വാക്കൊന്നല്ല. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ വഫാത്തായതിനു ശേഷം കേരളത്തിൽ തങ്ങളെപ്പറ്റി പറയാ എന്നല്ലാതെ അദ്ദേഹത്തിന്റെ മക്കാമോ അദ്ദേഹത്തിന്റെ സ്ഥലങ്ങളോ ആരും പരാമർശിക്കാറുണ്ടായിരുന്നില്ല. 994 ഇനി 3 എന്നറിയില്ല, ഞാൻ ആ മക്കാമ് തേടിപ്പോയിട്ടുണ്ട്. എൻ്റെ വലിപ്പം കൊണ്ടൊന്നല്ല, ഞാനിപ്പോൾ മുമ്പേ ഒരു മുസാഫിറാണ്. ഇങ്ങനെ 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 പിന്നെ എന്താണ് നൂല് പൊട്ടിയ ഒരു പട്ടമായതുകൊണ്ട് ഇങ്ങനെ പറന്ന് നടക്കാണ്. എന്നോട് ഇതുപോലെ എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, എടാ അന്ന് ഞാൻ പിന്നെ ഇങ്ങനെ പഠിക്കണ കാലത്ത് സംസ്ഥാന ചരിത്രം പറയലും ഈ തൊള്ളത്തല്ലിലും ഇങ്ങനെ നടക്കണ്ടേ. അപ്പം എന്നോട് ഒത്തം വന്നിട്ട് പറഞ്ഞു, എടാ ദർസിൽ ഞാൻ മടവൂര് സി എം മക്കാമിൻ്റെ ഒന്ന് അവിടെയാണ് പഠിക്കണത്. ഇങ്ങനെ പറഞ്ഞു, എടാ ഇങ്ങനെ സമസ്തൻ്റെ പ്രസിഡന്റിൻ്റെ ഖബറൊക്കെ ഉണ്ട് പറഞ്ഞു. എന്നോട് അവിടുന്ന് ആൾക്കാർ ഇജറി ചോദിച്ചു. എവിടെ ചോദിച്ചു? ഞാൻ ആദ്യമായിട്ടൊക്കെയാണ് എവിടെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഒരു പിന്നെ കോഴിക്കോട് നിന്ന് ഇങ്ങനെ പിന്നെന്താണ് കൊയിലാണ്ടിക്ക് പോണ ബസ് കയറിയിട്ട് പുതിയങ്ങാടി എന്ന സ്ഥലത്ത് ഇറങ്ങലാണ്. അവിടെ ഒരു പള്ളിക്ക് പോയപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പിറ്റത്തെ വെള്ളിയാഴ്ച അവിടേക്ക് വയലിന് പോയി. പിറ്റത്തെ വെള്ളിയാഴ്ച ഞാൻ അവിടേക്ക് വയലിന് പോയി. ഒരു റബീഉൽ ആഖറിലാണ്. കാരണം ഞാൻ അന്ന് അവിടെ പറഞ്ഞ ചരിത്രം മുഹീദ്ദീൻ ഷേഖിൻ്റെ ചരിത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓർമ്മിക്കുന്നത്. ചെന്നു, സംസാരിച്ചു. അന്ന് അവർ മൗലിദിന് പോയി. മൗലിദ് കഴിഞ്ഞിട്ട് ഞാൻ പോരുമ്പോൾ അവിടുത്തെ മദ്രസ മൗലിമീങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ ചോദിച്ചു അവരോട്, ഇവിടെ എവിടെ ഒരു സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഖബറുണ്ട് എന്നല്ല, അത് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ ആ കടപ്പുറത്തായിരുന്നു മൗലിദ്. അപ്പോൾ ആ റൂട്ടിൽ ഇങ്ങനെ തിരിച്ചു വരികയാണ് വീണ്ടും പള്ളിയേക്ക് മൂല്യന്മാർ. അപ്പോൾ ഓലപ്പം ഞങ്ങൾ നടന്നു വരിക. ഈ ഗേറ്റാണ് തുറന്ന് പോയിക്കോളൂ, ഇവിടെ അവിടെ ഉണ്ട് പറഞ്ഞു. ഗേറ്റ് തുറന്നു. അവിടെ ചെന്നപ്പോൾ അതൊരു പള്ളിയാണ്. ആ പള്ളി ഇന്ന് കാണുന്ന ആ പള്ളി തന്നെ നിറയെ പ്രാവിൻ്റെ കാട്ടവും കാര്യങ്ങളും നിറച്ച് കബറും. 2 നിക്കരിച്ചെന്നൊക്കെ പൂതിണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഈമാൻ്റെ ഉറപ്പുകൊണ്ട് വറച്ചിട്ടും കെട്ടന്നെ പോന്നു. കാരണം വല്ല ജിന്നുണ്ടോ ഇല്ല എന്നറിയില്ലല്ലോ. വറച്ചു, എനിക്ക് കഴിഞ്ഞില്ല. ഒരു ഇമാറത്തുമില്ലാതെ കിടക്കുകയായിരുന്നു. മഹാനായ ഷെയ്ഖുന ഷംസുലുലമ വഫാത്തായപ്പോൾ ഷംസുലുലമയെ അവിടേക്ക് മാടി വിളിച്ചു, കുട്ടി ഇങ്ങോട്ട് പോരി, ഇവിടെ കിടക്കിയെന്ന് പറഞ്ഞു. ഷംസുലുലമക്ക് ആദ്യം തയ്യാറാക്കിയ ഖബർ അവിടെ ആയിരുന്നില്ല, തൊട്ടുപ്പുറത്തായിരുന്നു. ഇന്ന് ഹൗദ് നിൽക്കുന്ന ഭാഗത്തായിരുന്നു. ഞാൻ ചെമ്മാട്ടാണെന്ന് പഠിക്കണത്. ഞാൻ നേരെ ചെന്നു. മറവാടെന്ന് പുതിയങ്ങാടിയാണെന്ന് അറിഞ്ഞപ്പോൾ അവിടെ ചെന്ന് ഞാൻ ആ പരിസരം ഒന്ന് വീക്ഷിച്ചപ്പോൾ അവിടെ കളച്ച് കിടക്കുന്നത് കണ്ടു. ഞാൻ ആ നാട്ടുകാരനായ ഒരാളോട് ചോദിച്ചു, ഇതെന്താ ഇവിടെ കളച്ച്? ഖബർ ആദ്യം ഇവിടെ നോക്കി, അവിടെ 2 കൊത്തൊത്തിയപ്പോൾ വെള്ളം പൊന്തി. പിന്നെ ഇവിടെ കൊത്തിയപ്പോൾ പിന്നെ അവിടെ ഇല്ല, അവിടെ മറയി തോന്നി. അവിടെ ആയിരുന്നുവെങ്കിൽ മുല്ലക്കോയ തങ്ങൾ ഉപ്പാപ്പാൻ്റെ തലയിലായിരുന്നു മഹാനവരുടെ കാല് വരിക. പാടില്ല. അതെയാണ് നേരപ്പുറത്ത്. എന്തുകൊണ്ടാണ് മറ്റു സെക്രട്ടറിമാരെ ഒന്നുമില്ലാതെ ഷംസുലുലമയെ അങ്ങോട്ട് വിളിച്ചത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുള്ള എല്ലാവിധ ശത്രുക്കളുടെയും ഒരു 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 പ്രളയം എന്ന് തന്നെ പറയാം. അത് ഷംസുലുലമയുടെ 40 കൊല്ലത്തെ കാലഘട്ടമാണ്. ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ഉഗ്രപ്രതാപം കാണിച്ചിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി ഒരിക്കലും സംവാദത്തിന് വരൂല. എന്താ കാരണം? ഷംസുലുലമയുടെ ഒറ്റ ചോദ്യമാണ്. ആ ചോദ്യം കൊണ്ടാണ് CK കൈമലശ്ശേരി സുന്നിയായത്. CK കൈമലശ്ശേരി സുന്നിയാകാൻ ഷംസുലുലമ ഈ കോഴിക്കോട് ഒരു വീട്ടിൽ, ഞാൻ കറക്റ്റാ പോയെന്ന് ഞാൻ ഓർക്കുന്നില്ല, പിന്നെ മഹാനായ ഷെയ്ഖുന ഷംസുലുലമ അങ്ങനെ ഇരുന്ന് അവർ പിന്നെ സംവാദത്തിൻ്റെ വ്യവസ്ഥ തയ്യാറാക്കാൻ വേണ്ടി വന്നപ്പോൾ
കാരണം ജമാഅത്തെ ഇസ്ലാമിന്റെ വലിയ നേതാവ് ഷംസുലമയുടെ ശിഷ്യനാണ്. ആര്? അബുസബാഹ് മൗലവി ഷംസുലമയുടെ ശിഷ്യനാണല്ലോ. അങ്ങനെ പിന്നെ സംവാദത്തിന് വേണ്ടി ഇരുന്ന സമയത്ത് മഹാനവരുടെ ഒരൊറ്റ ചോദ്യമാണ്, അതോടുകൂടി നിർത്തി. പിന്നെ ഇല്ല. മുജാഹിദിനായിട്ട് പലപ്പോഴും സംവാദം നടന്നിട്ടുണ്ട്. ജമാഅത്തേരായിട്ട് സംവാദം നടന്നതെന്ന് പറഞ്ഞാൽ എവിടെ നടന്നത്? സംവാദമായിട്ട് അല്ലാതെ പല ആൾക്കാരും പലതും നടത്തിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വെള്ളം കുടിച്ചിട്ടുണ്ട്, അത് വേറെ വർത്താനം. അത് ഞാൻ പറയണില്ല. ഇല്ല, കാരണം അവർ വരില്ല. ഷംസുലമ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങൾ ഒരാളെ സംഘടനയിൽ ചേർക്കുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചെല്ലിപ്പിക്കുന്നത് എന്തിനാണ് എന്നാ. അങ്ങനെയുണ്ട്. ഇപ്പോൾ മാറ്റിക്കണമെന്നല്ലോ, ഭരണഘടനയിൽ അങ്ങനെ ഉണ്ട്. ഇതിൽ ചേരുമ്പോൾ ആദ്യം അങ്ങനെ ചെല്ലണം. എന്തിനാണെന്നാ ചോദ്യം. എന്ത് പറഞ്ഞാലും ഷംസുലമന്റെ മുമ്പിൽ കുടുങ്ങും. അതോടുകൂടി പൊളിഞ്ഞുപോയി. ആ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നേതു CK കൈമലശ്ശേരി. അദ്ദേഹം എന്ത് ചെയ്തു? പിന്നീട് സുന്നിയായി മാറി, സജീവ സുന്നി പ്രവർത്തകനായി. ഈ ഒരു വർത്താനം കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഖാദിയാനികൾ രംഗത്ത് വരുമ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുലമയാണ് ആദ്യം. വേണ്ട, എൻ്റെ മകളെ, നിങ്ങളെ മകളെ നിങ്ങൾ പറഞ്ഞേക്കണ്ട, അവന് തലാക്കും വാങ്ങണ്ട, അവൻ ഇസ്ലാമിന്ന് പുറത്താണ് എന്നൊരു മസ്അലയിൽ ബഹുമാനപ്പെട്ട ഷംസുലമയാണ് ആദ്യം ഫത്വ കൊടുത്തത്. പിന്നെയാണ് സമസ്ത തീരുമാനമെടുക്കുന്നത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുലമയാണ്. അങ്ങനെയാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സംഭവം. എല്ലാവർക്കും അറിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് 3 വട്ടം ചൊല്ലിയാൽ മുസ്ലിം ആകുമെന്നുള്ള സംഭവം അതിന്റെ പിന്നിലാണ്. വലിയ ബുദ്ധിമാനായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, ബഹുമാനപ്പെട്ട തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ അല്ലാഹു തആല മഹാനുള്ള ബർക്കത്തുകൊണ്ട് നമ്മളെ 2 ലോകത്തെ രക്ഷപ്പെടുത്തി തരട്ടെ. ബഹുമാനപ്പെട്ട തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ പിന്നെ തൃപ്പനച്ചി പള്ളിയിൽ വന്നിരുന്നു കൊണ്ട് ഷംസുലയുടെ മദ്ഹ് ഇങ്ങനെ പറയുന്നത് ഞാൻ എപ്പോഴും എൻ്റെ കണ്ണോട് ഇങ്ങനെ കാണുകയാണ്. ഞാനൊരു കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ പള്ളിയിൽ പിന്നെ തൃപ്പനച്ചി പള്ളിയിൽ ഇങ്ങനെ അവിടെ അങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അല്ലാതെ വേറൊന്നും കൂട്ടണ്ട, തൊട്ടക്കാടുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് പിന്നെ മഞ്ചേരി കോടതിയിലേക്ക് മുത്തനൂർ പള്ളി കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് ഷംസുലമ പോവുകയാണ്. മുത്തനൂർ പള്ളി എന്ന് പറഞ്ഞാൽ പിന്നെ ഈ തൃപ്പനച്ചിയിൽ നിന്ന് കുറച്ചങ്ങോട്ട് ഉള്ളോട്ട് പോകണം. ഷംസുലമ അങ്ങോട്ട് പോയില്ല. ഈ പള്ളിയിൽ ഇരുന്നിട്ടാണ് അത്ര ഇത് സിഖത്തുള്ള റാവിയ. കാരണം ഇത് റിവായത്ത് ചെയ്യുന്നവരാണ് തൃപ്പനച്ചി മൗലിയരാണ്. ളുഹ്ർ നിസ്കാരം കഴിഞ്ഞ് അവിടെ അങ്ങനെ ചാരി ഇരുന്നിട്ട് മൂലിയർ എന്നാ പറഞ്ഞ മൂലിയരിങ്ങനെ പറഞ്ഞിട്ട് മൂലിയരിങ്ങനെ ചോദിക്കന്നെ. എന്നിട്ട് മൂലിയർ എന്നാണ് തൃപ്പനച്ചി മൗലിയർ പറഞ്ഞത്. അങ്ങനെ ഈ വിഷയം ഇങ്ങനെ പറഞ്ഞിട്ട് ഷംസുലമയെ സംബന്ധിച്ച് ഇങ്ങനെ മദ്ഹ് പറയാണ്. അവിടെ പോയില്ല. പള്ളിയിൽ പോയിട്ടില്ല എന്നുള്ള വിഷയം ആരറിഞ്ഞു? പ്രതിഭാഗത്തെ വക്കീൽ അറിഞ്ഞു. പ്രതിഭാഗത്തെ വക്കീൽ ചോദിച്ചു, മുത്തന്നൂർ പള്ളിയുടെ ആ പള്ളിയുടെ ഏത് ഭാഗത്താണ് ഹൗള്? പോയിട്ടില്ല എന്നുള്ള കാര്യം ഇയാൾക്ക് ഉറപ്പാണല്ലോ. ഷംസുലമ മറുപടി പറഞ്ഞു, ഞാൻ ചുടുവെള്ളം കൊണ്ടാണ് ഒളു ഉണ്ടാക്കാറുള്ളത്, വെള്ളം എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരലാണ്, ഹൗദിലേക്ക് ഞാൻ അങ്ങോട്ട് പോകാറില്ല, അതുകൊണ്ട് എനിക്കത് നോക്കേണ്ടതില്ല. വലിയ ബുദ്ധിമാനായിരുന്നു മഹാനായ ശൈഖുന ഷംസുലമ. അത് ചെറുപ്പകാലത്തിലേ ആ ബുദ്ധി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജാമ്യയിൽ വാഖിയാത്തു സ്വാലിഹാത്തിൽ ഈ ഷാഫി ഹനഫി കുട്ടികളുടെ ഇടയിൽ ഖിറാഅത്തിന്റെ വിഷയത്തിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നം അവസാനം തീർന്നത് ഷംസുലമ ഇമാമത്ത് നിന്നപ്പോഴാണ്. ഷാഫികൾ ചെറിയ സൂറത്ത് ഓതിയിട്ടല്ല നിസ്കരിക്കുക, ഹനഫികളോ വലിയ സൂറത്ത് ഓതും. കാരണം ഓലിക്ക് വലിയ സൂറത്ത് ഓതാണല്ലോ. അപ്പോൾ ഓല് കളിയാക്കും, നിങ്ങൾ ഖുർആനും പഠിച്ചില്ല, നിങ്ങൾ ഇതാരെ ഒരു കുൽവല്ലാഹു അത് ഓതിങ്ങാൻ നിസ്കരിച്ചെന്നാണ് ഇങ്ങനെ കളിയാക്കും. അങ്ങനെ ഷംസുലമന്റെ ഊഴം വന്നപ്പോൾ ഷംസുലമ സുബഹി ജമാഅത്ത് ഇമാമത്ത് നിന്നു. 1-ാമത്തെ റക്അത്തിൽ അൽ ബഖറ സൂറത്ത് ഓതി 2.5 ജുസ് 280. 2-ാമത്തെ റക്അത്തിൽ ആൽ ഇമ്രാൻ ഓതി 2 ജുസ്. നിസ്കാരം കഴിഞ്ഞപ്പോൾ സമയം 8:30. ഷാഫി മദ്ഹബുകാർക്ക് ഒരു പ്രശ്നമല്ല. കാരണം ഷാഫി മദ്ഹബ് അനുസരിച്ച് പിന്നെ സമയത്ത് തുടങ്ങി ഖിറാഅത്ത് കൊണ്ട് നീട്ടിയിട്ട് നിസ്കാരം സമയത്തിന്റെ പുറത്തു പോയാലും അത് അതാ ആണ്. നേരെ മറിച്ച് ഹനഫി മദ്ഹബ് പ്രകാരം സമയത്ത് തുടങ്ങിയാലും ഖിറാഅത്ത് എത്ര നീട്ടിയാലും സമയത്തിന്റെ ഉള്ളിൽ തീർന്നിട്ടില്ലെങ്കിൽ ഖളാഉമാണ്. ഇനി പണ്ഡിത സഭക്ക് ഉണ്ടല്ലോ, ഓരോടും ചോദിച്ചു നോക്കി, അങ്ങനെ തന്നെയാണ് അവസരം. എങ്കിൽ ഹനഫികളുടെ ഖളാഹായി. ഷാഫികളെ ചിരിച്ചു. അതിനുശേഷം പിന്നെ അവിടെ ഉണ്ടായിട്ടില്ല. അതാണ് ഷംസുലമ. വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഷാഫികളുടെ പിന്നെന്താണ്, ഷാഫികളും ഹനഫികളും തമ്മിൽ മറ്റേ ഈ കുട്ടികൾ പഠിക്കണ കാലത്ത് പല തർക്കം ഉണ്ടാവുകയും ആ തർക്കത്തിൽ പെട്ടെന്നായിരുന്നു മനിയ് ശുദ്ധിയുള്ളതാണ്, ത്വാഹിറാണ് എന്നാണ് ഷാഫി മദ്ഹബ്, നജസാണ് എന്നാണ് എന്ത് ഹനഫി മദ്ഹബ്.
ഇതിങ്ങനെ തർക്കമുണ്ടായപ്പോൾ ഷംസുലമ അവിടെ ഒരു കവിത ഉണ്ടാക്കിയതാ. സുബ്ഹാന മൻ ഖലഖൽ അഹ്നാഫ മിൻ നജസിൻ വശാഫിയ്യത മിൻ തുഹ്രിൻ വമിൻ തീനി. സുബ്ഹാന മൻ ഖലഖൽ അഹ്നാഫ മിൻ നജസിൻ. ഈ അനഫികളൊക്കെ പാട നജീസ് പടച്ച റബ്ബിനെ തന്നെയാണ് സ്തുതി. വശാഫിയ്യത മിൻ തുഹ്രിൻ വമിൻ തീനി. മണ്ണിൽ നിന്നും ശുദ്ധമായ മനിയിൽ നിന്നും ഷാഫിയാക്കളെയും പഠിച്ചല്ലോ. സുബ്ഹാനക യാ അല്ലാഹ്. അതിന്റെ ശേഷം പിന്നെ ചർച്ച അവിടെ ഉണ്ടായിട്ടില്ല. കാരണം ബലാസിൻ നജീസാന്ന് വന്നില്ലേ. ഇതൊക്കെ മസ്അലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതിനൊക്കെ അതിൻ്റെതായ ഭാഗങ്ങളുണ്ട്. ഇനി അത് നാളെ വാട്സപ്പിൽ ആരും ചർച്ചയാക്കണ്ട. അങ്ങനെ ഒരു ഇത് കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പം ഞാൻ നേരത്തെ വാഫി പടത് വായിച്ചപ്പോൾ ഞാൻ കരീം ഫൈസിയോട് പറയുന്നു, നിങ്ങൾക്ക് പണി കിട്ടിയിട്ടോ. കാരണം എന്തോ ചോദ്യങ്ങളൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കാനല്ലേ. ഇപ്പോൾ വരും, പ്ലീസ് ഹെൽപ്പ്. ഈ ചോദ്യത്തിൻ്റെ മറുപടി ഇന്ന് അത് വായിച്ചു നോക്കോ. അത് വായിച്ചു നോക്കൂല. എന്നിട്ട് വേഗം മറ്റുള്ളവരോട് ചോദിച്ചിട്ട് അങ്ങനെ ചെയ്യരുത്. സ്വർണ്ണമൊക്കെ കൊടുക്കാന്നാണ് പറഞ്ഞിരിക്കണത്. അങ്ങനെ തന്നെ ഉണ്ടാല്. എനിക്ക് സൗദിയിൽ നിന്ന് ഒരാളൊരു വാട്സപ്പിൽ, ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, എനിക്കറിയില്ല. പിന്നെ ഒരു വാട്സപ്പിൽ വന്നു. പിന്നെ എന്താ ചോദിച്ചാൽ നിങ്ങൾ ആ ചോദ്യം ഞാൻ വായിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചു. ഞാൻ മറുപടി കൊടുത്തു. ഒന്നും മുണ്ടില്ല. എന്തായാലും പറയാം. പിന്നെ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ മുല കൊടുക്കുന്നതിൻ്റെ മുമ്പിൽ എത്ര പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആമിന ബീവി മുല കൊടുത്തു? അത് എണ്ണാൻ കുത്തിരിക്കായിരുന്നല്ലോ. ഇപ്പോൾ അല്ല, എത്ര പ്രാവശ്യം കൊടുത്തു? അത് എത്ര വയസ്സുവരെ കൊടുത്തു അങ്ങനെയുള്ള ചോദ്യം. എത്ര ഇതെന്നല്ല, എത്ര പ്രാവശ്യം. അതേപോലെ തന്നെ പിന്നെ അങ്ങനെ അതുപോലത്തെ കുറേ ചോദ്യങ്ങൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ഒന്നും മുണ്ടില്ല. സൗദിയിൽ നിന്നാണ് അറിയാൻ മനസ്സിലാക്കണം. 0966 ആ വാട്സപ്പ് നമ്പറുടെ കോഡ്. ഇപ്പോൾ വരും ഇതേപോലെ ചോദ്യങ്ങൾ. ഒരു പുസ്തകം വായിച്ചു നോക്കുമ്പോൾ ആളുകൾക്ക് നേരല്ല. പണ്ട് മൂല്യര് പറഞ്ഞ പോലെ, പണ്ടൊക്കെ ചേരട്ട എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ചേരട്ടനെ അങ്ങനെ തൊട്ടാൽ ചുരുണ്ടെടുക്കും. പിന്നെ കുറേ കഴിഞ്ഞിട്ട് നീച്ചു പോലെ. ഇപ്പം അങ്ങനെ തൊട്ടാൽ കുറച്ചേരം കാരണം പിന്നെ മൂപ്പര് നീച്ചു പോകും. കാരണം മൂപ്പർക്ക് ഇപ്പോൾ സമയമില്ലാതായിക്കൊണ്ട് ഒന്ന മാതിരി. പക്ഷെമാർക്ക് ഇതൊന്നും വായിച്ചു നോക്കാനും കൂടി സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യനുള്ളത്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ മഹാനവറുകളുടെ യഥാർത്ഥത്തിൽ ആ വരക്കലിൽ വന്ന് കിടന്നതിന് ശേഷമാണ് വരക്കൽ മഖാമ് എന്ന് പറയുന്ന ഒന്ന് സാധാരണക്കാരൻ അറിയാൻ തുടങ്ങിയത്. അതിൻ്റെ മുമ്പില്ല. അത് അവിടെ ആ ഷംസ് അവിടെ കടന്നിട്ട് ഇങ്ങനെ ഉദിച്ചപ്പോഴാണ് എങ്ങനെ വരക്കൽ മഖാമ് കിട്ടിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വരക്കൽ മഖാമ് എങ്ങനെ കിട്ടി? ഇനിയിപ്പോൾ വേറെ രഹസ്യം കേൾക്കണം നിങ്ങൾക്ക്. രഹസ്യം എന്നല്ല, പരസ്യം തന്നെ. വരക്കൽ മഖാമിൻ്റെ തൊട്ടപ്പുറത്ത് ചില ആൾക്കാർ, അവിടെ ബാഫക്കി തങ്ങൾ പഴയ കാലത്ത് താമസിച്ചൊരു വീടുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. വരക്കൽ മഖാമിൻ്റെ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റോഡ്, അതിൻ്റെ പുറത്തുള്ളൊരു വീട്. ബാഫക്കി തങ്ങൾ പഴയ കാലത്ത് താമസിച്ചതാ. ആ താമസിച്ച സ്ഥലം ചില ആളുകൾ പോയി വില പറഞ്ഞിരുന്നു. നല്ലൊരു കണ്ണാണ്. നിങ്ങൾ വിചാരിച്ച മരുന്നല്ല, കാക്കച്ചിൻ്റെ കണ്ണാണ്. എനിക്കറിയോ, കാക്കച്ചിൻ്റെ കുട്ടിനോട് കാക്കച്ചിൻ്റെ കുട്ടിനോട് പറഞ്ഞത്രേ, ആളുകൾ കുമ്പിട്ടാൻ കല്ലെടുക്കുമ്പോഴത്തിന് പാറിക്കോളുണ്ട് അല്ലെങ്കിൽ ഏറ് കിട്ടും. അപ്പോൾ കാക്കച്ചി പറഞ്ഞത്രേ, ഞാൻ കുമ്പിടുമ്പോൾ തന്നെ പാറും, എന്നാൽ പിന്നെ ഏറിന് കാത്തു കണ്ടല്ലോ. ഇതാണ് പല ആളുകൾക്കും കച്ചവട വിഷയത്തിലെ കണ്ണ്. അങ്ങനെയാണ്. ഒരു വലിയ നേതാവ് പറയണേ, പിന്നെ പഠിത്തങ്ങൾക്കൊക്കെ കേട്ട തന്നെയാണല്ലോ, പിന്നെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കത്ത് പറഞ്ഞത്. അഭിനന്ദിച്ചുകൊണ്ടുള്ള കത്ത് രണ്ടാൾക്കും ഒരേപോലെ എഴുതിയേക്കുക. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടായിരുന്നു. കണ്ണിയത്ത് ഉസ്താദിൻ്റെ അടുത്ത് സീതി ഹാജി ചെന്നിട്ട് ദ്വാ ചെയ്യിപ്പിച്ചു. ദ്വാരക്കണം എന്ന് പറഞ്ഞു. ദ്വാരന്ന് കൊടുത്തു. ഞാൻ ജയിക്കാൻ വേണ്ടി. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ദ്വാരന്നു. തൊട്ട് പിറ്റേ ദിവസം കണ്ണിയത്ത് ഉസ്താദിൻ്റെ അടുത്ത് സീതി ഹാജി പോയിട്ടുണ്ട്. സുന്നികളെ സ്വാധീനിക്കുമ്പോഴും ബൈക്കോളിയാർന്നു. അതിൽ മറുഭാഗത്ത് LDF വച്ച് പറയാം. അവർ ചെന്നിട്ട് പറഞ്ഞു, പിന്നെ എനിക്ക് വിജയിക്കാൻ വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞു. കണ്ണിയത്ത് ഉസ്താദ് അടുത്തേക്ക് പറഞ്ഞു, ഞാൻ ദ്വാരക്കൂലാർന്നു. ഞാൻ സീതിക്ക് ദ്വാരന്നു, ഇനി എനിക്ക് ദ്വാരക്കൂല. സീതിക്ക് ജയിച്ചാൽ ദ്വാരക്കാം, പിന്നെ എനക്കും ജയിക്കാൻ ദ്വാരക്കാം. മറ്റാൾ തോൽക്കാതിരിക്കണം, ഇയാൾ വിജയിക്കാൻ വേണമെന്ന് പറഞ്ഞില്ലേ. ആ പരിപാടി നമ്മളെത്തില്ല തുറന്നു പറഞ്ഞു. അങ്ങനെ അയാൾ ഒരു 50 റുപ്യ കൈമടക്കി പോന്നു. അതിൽ കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ നിർത്തി വെക്കിട്ട് പറഞ്ഞു, സീതി തന്നെ ജയിച്ചാൽ അവനക്ക് 100 റുപ്യ നിൽക്കണു. അങ്ങനെ തന്നെ കണ്ണിയത്ത് മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു വരുന്നത്, രണ്ട് കൂട്ടർക്കും ഒപ്പിച്ച് പറയാം. നമ്മളെ നേതാക്കളെടുത്തില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ലീഗിൽ സജീവമാകാൻ കാരണം എന്താണ്? ആരാണ് ബാഫക്കി തങ്ങൾ? ദീനിലായിരുന്നു അദ്ദേഹത്തിൽ. സമസ്തയുടെ ആരംഭം മുതൽ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പിന്നെ പെങ്ങളുടെ മകനാണ് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ. അങ്ങനെ കോഴിക്കോട്
മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് ബി പോക്കർ സാഹിബിനെതിരെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഡ്വക്കേറ്റ് ബി പോക്കർ സാഹിബിനെതിരെ ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങൾ എന്ന് പറയുന്ന തൻ്റെ പെങ്ങളുടെ ഭർത്താവ്, തൻ്റെ അളിയൻ നോമിനേഷൻ കൊടുത്തു. ആരും അറിയില്ല ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങളെ. മമ്പുറത്തുള്ളതാണ് ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങൾ. നോമിനേഷൻ കൊടുത്തതിനു ശേഷം തിരിച്ചിറങ്ങുമ്പോഴാണ് അഡ്വക്കേറ്റ് ബി പോക്കർ സാഹിബും കൂട്ടരും കയറി വരുന്നത് നോമിനേഷൻ കൊടുക്കാൻ. തങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, തങ്ങളെ ദ്വയർക്കണം വിജയിക്കാൻ വേണ്ടിയിട്ട്. തങ്ങൾ പറഞ്ഞു, ഇല്ല ഞാൻ ദ്വയർക്കൂല, ഞാൻ ഖാൻ ബഹദൂറിന്റെ നോമിനേഷൻ കൊടുത്ത് ദ്വയർക്കാൻ, അവിടെ ദ്വയർന്ന് ഇറങ്ങിയതല്ലേ വിജയിക്കാൻ വേണ്ടി, പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ദ്വയർക്ക് രണ്ടു കൂടി നടക്കൂല. അന്ന് ബാഫക്ക് തങ്ങളുടെ സ്വാധീനം മൂലം നിയമത്തിൽ അഗ്രഗണ്യനായിട്ടുള്ള അഡ്വക്കേറ്റ് ബി പോക്കർ സാഹിബ് നെഹ്റുവിന്റെ മുഖത്ത് നോക്കി ഏക സിവിൽ കോഡ് പാസ്സാക്കണമെന്ന അന്നത്തെ ഒരു MP-യുടെ നിർദ്ദേശം വന്നപ്പോൾ ആ പാർലമെന്റിൽ എണീറ്റ് നിന്നുകൊണ്ടിട്ട്, ഇല്ല, ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് ഇത് യോജിക്കാൻ കഴിയുന്നതല്ല, ഇന്ത്യൻ ഭരണഘടനയനുസരിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകണം, ഞങ്ങളുടെ സമ്മതമില്ലാതെ ഏക സിവിൽ കോഡ് പാസ്സാക്കാൻ പാടില്ല എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മുഖത്ത് നോക്കി ഗർജിച്ച അഡ്വക്കേറ്റ് ബി പോക്കർ സാഹിബ് കോഴിക്കോട് മണ്ഡലത്തിൽ പരാജയപ്പെട്ടു. ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങൾ വിജയിച്ചു. ഇതിലെ മനോവിഷമമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് അടുപ്പിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് അന്നും ദ്വയർക്കാൻ പറഞ്ഞപ്പോൾ, ഇല്ല ദ്വയർക്കൂല, കാരണം അപ്പുറത്ത് ദ്വയർന്നു കൊടുത്തു എന്നാ. ഇതിപ്പോൾ 2 കത്തുകൊണ്ട് കൊടുക്കണം. ഇത് കാക്കച്ചിന്റെ കണ്ണാണെന്ന് ഞാൻ പറയാൻ വെറുതെ. ഇതൊക്കെ ഒരു കച്ചവട കണ്ണാണ്. നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ വിരോധം തുടങ്ങുന്ന എത്ര നേരോ, പലർക്കും മുടി വന്നതിന് ശേഷമാണ്, മുടി കുടുങ്ങിയതിന് ശേഷമാണ്. എന്നോട് പലരും പറയുന്നത്, ഞാൻ മുമ്പ് അത്ര വലിയൊരു തൊന്നല്ല, ഈ മുടി വന്നോടുന്നും കേട്ടേ. ഞാൻ 1992 മുതൽ ഇതിൻ്റെ കടുത്ത വിരോധിയാണ്. അതിൻ്റെ കാരണം ഞാൻ അന്നു മുതലാണ് കിതാബ് ഓതാൻ തുടങ്ങിയത്, മീസാനോത്ത് തുടങ്ങിയത്. അന്നു മുതൽ 5 വർഷം ഇയാളുടെ കൂടെ പഠിച്ച ഒരാളായിരുന്നു എൻ്റെ ഉസ്താദ്. അന്നും പറയും, 2 കാര്യം അയാളുടെ പ്രത്യേകതയാണ്. 1, നുണ പറയാൻ മടിയില്ല. 2, നന്നായി പിരിച്ചാനും കഴിയും. ഇതല്ലാത്ത വേറൊന്നുമില്ല എന്ന് പറയും. മരണം വരെ ഒരു നിമിഷം പോലും രാജിയാവാൻ അവരുമായിട്ട് തയ്യാറായിട്ടില്ല. വഫാത്താകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ടാണ് മരിക്കുന്നത്. എന്ന് മുതലാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു. സമസ്തയുടെ നേതാക്കളുടെ വഫാത്ത് എന്ന് മുതലാണ് ചർച്ച ചെയ്ത് തുടങ്ങിയത്. ഷംസുലമ വഫാത്തായതിന് ശേഷമാണ്. അവിടെ മുതലാണ് ഷംസുലമ വഫാത്താകുമ്പോൾ പറയണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, 40 കൊല്ലത്തിന്റെ ഇടയിൽ ഷംസുലമക്ക് നേരിടേണ്ടി വന്ന അത്ര വേറെ ഒരാൾക്കും നേരിടേണ്ടി വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, മുജാഹിദിന്റെ നല്ല കാലഘട്ടമാണ്. എടവണ്ണ മൗലവി, പറപ്പൂർ കിതാബോധി മൂല്യന്മാരായതാണ് അതൊക്കെ. പൂനൂര് സംവാദം ഉണ്ടായി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പൂനൂര് സംവാദം നടന്നു. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാൻ രംഗത്ത്. പതിക്കൊന്നുണ്ട്, നിയമം അനുസരിച്ചേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാ, നിയമത്തിൽ വിട്ടുകളില്ല. അങ്ങനെ പൂനൂരിലെ സംവാദത്തിൽ എന്തുണ്ടായി ചുരുക്കി പറയട്ടെ. ആദ്യം സുന്നികൾ ചോദിക്കും, മുജാഹിദ് മറുപടി പറയുന്നതാണ് വ്യവസ്ഥ. തോട്ടക്കാടിനൊക്കെ അറിയാം, വ്യവസ്ഥ തയ്യാറാക്കാനുള്ള ആൾക്കാരാണ് അവരൊക്കെ ക്ലാസ് റൂമിൽ. അപ്പോൾ വ്യവസ്ഥ അങ്ങനെയാണ്. എങ്കിൽ നമ്മൾ ഓർക്കണം, മുജാഹിദ് എന്നിട്ട് ചോദിച്ച സമയത്ത് പതി പറഞ്ഞു, വ്യവസ്ഥ പാലിച്ചുകൊണ്ടായിരിക്കണം സംവാദം. ഇവർ മറുപടി തുടങ്ങി. ഇവർ കൊളാക്കാൻ ആദ്യം തീരുമാനിച്ചായിരിക്കണം. മൊയ്തീൻ ഷെയ്ഖെ കാക്കണേ, ഖുർആനിൽ തെളിവുണ്ടോ? പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മറുപടി, വ്യവസ്ഥ പാലിക്കുന്നുണ്ടോ? മറുപടി പറയാം. ഇതിങ്ങനെ നേരം വെളുക്കോളം ഈ ചോദ്യം മറുപടി മാത്രം. അപ്പോൾ സുന്നികളായ ആളുകളുടെ ഇടയിൽ ഒരു സംസാരം, എന്തിനാ ഇപ്പോൾ ഈ വ്യവസ്ഥയും നിയമമൊക്കെ നോക്കണു, മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്താൽ പോരെ എന്നല്ല. അത് പിരിച്ചുവിട്ടു. സുബഹിയോടുകൂടെ രാത്രി തുടങ്ങിയ സംവാദം പിരിച്ചുവിട്ടു. മറുപടിയില്ല. മുജാഹിദ് ചോദിക്കും, ബദരീങ്ങളെ കാക്കണേ, മറുപടി ഉണ്ടോ മുസ്ലിയാരെ? ഖുർആനിലുണ്ടോ മുസ്ലിയാരെ? ഉടനെ വന്ന് അവിടുന്ന് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ എണീറ്റിട്ട് പറയും, നിയമം പാലിക്കാൻ തയ്യാറുണ്ടോ? മറുപടി പറയാം. ഞങ്ങൾ ചോദിക്കും, നിങ്ങൾ മറുപടി പറയണമെന്നാണ് നിയമം. അവർ മിണ്ടൂല. അടുത്ത ചോദ്യം, മുഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ, ഖുർആനിലുണ്ടോ? വിളിക്കാൻ പറ്റുമോ? നിയമം പാലിക്കൂ, മറുപടി പറയാം.
സാധാരണക്കാരൻ എന്ത് മനസ്സിലാക്കി? മൂല്യന്മാരെടുത്ത് മറുപടി ഇല്ല, അതുകൊണ്ടാണ് ഈ പറയുന്നതായ നിയമം പറഞ്ഞ് തടി ഊരിയാണ്. സുന്നിയാണെന്ന് പറയാൻ കോഴിക്കോട് ജില്ലയിലെ ആളുകൾക്ക് മടിയായി. സമ്പന്നര് മുഴുവൻ ഉൾവലിഞ്ഞു. ഇതാണ് പൂനൂർ സംവാദം. അതിലാണ് മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ, ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനാണ്, നന്മണ്ടയിൽ വെച്ചുകൊണ്ടൊരു സംവാദം നടത്തുന്നത്. സംഘാടകൻ ആരാ? ശംസുൽ ഉലമ. അന്ന് ഇ കെ അബൂബക്കർ മൗലവി അല്ലെങ്കിൽ വാക്കവി. സ്റ്റേജ് കെട്ടിയതാരാ? കാല് കുഴിച്ചിട്ടതാരാ? ആരും വരണ്ടേ? കാരണം സുന്നികള് വേണം മുതലാക്കുമല്ലോ, കുറച്ച് കിട്ടിയാൽ മതിയല്ലോ. അങ്ങനെ സ്റ്റേജ് കെട്ടി, കാല് കുഴിച്ചിട്ടതും സ്റ്റേജ് കെട്ടിയതും. അവിടെ എല്ലാവരും റെഡിയാണ്. സ്റ്റേജൊക്കെ കെട്ടി മൈക്കനെ കൊടുത്തിട്ട് പറയും, എവിടെ മൗലവി? നിങ്ങളെ പ്രാസംഗൻ എവിടെ മൗലവി? ക്ഷമിക്കൂ, ഇപ്പോൾ വരും. ശംസുലമന്റെ മറുപടി അതാ. കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ശംസുൽ ഉലമ തന്നെ മൈക്കിൽ കയറി നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ചോദിക്കാം. ഇവിടെ ഒരു നിയമവും ഒരു വ്യവസ്ഥയുമില്ല. നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ മറുപടി പറയാം. ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് മറുപടി പറയാം. എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. ഓഹോ, പുതിയ ഒരാളോ? ഇവർ ചെന്ന് മറുപടി പറഞ്ഞു. ഇവർ ആദ്യം പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സാധാരണ സലാം പറഞ്ഞാൽ മുജാഹിദ് പറഞ്ഞാൽ മടക്കാതിരിക്കലാണല്ലോ. ശംസുൽ ഉലമ മറുപടി പറഞ്ഞു, സലാമുൻ അലാ മനിത്തബഇൽ ഹുദാ. ഇത് പുതിയൊരു സലാം അടക്കലാണല്ലോ. ഒരന്തം വിട്ടു. പിന്നെ കളിയാക്കി പതിഞ്ഞുപോയി. അവർ പറഞ്ഞു, ശംസുൽ ഉലമ മറുപടി പറഞ്ഞു, അതെ, അത് മുജാഹിദിന്റെ നെഞ്ചത്തായിരുന്നു. നെഞ്ഞത്ത് വന്ന് പതിഞ്ഞാൽ പിന്നെ അവർക്ക് നീച്ചാൻ പറ്റുമോ? പിന്നെ എന്താണ്? പിന്നെ പതിയെ വീണ്ടും കളിയാക്കി. വെറ്റിലകൾ പലതുണ്ട്, പതിവെറ്റില ഒന്നിനും പറ്റൂല. പതിയെ കളിയാക്കാണ്. ഇവർക്ക് കളിയാക്കാനുള്ള പരിപാടി. പണ്ട് ഈ കാസമൂലിയുടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം മത്തീര ഉള്ളോവർ എന്ന് ഇത്ര വലിയ കോടിന്റെ ശീല എവിടുന്നാ കിട്ടുക എന്ന് ചോദിച്ചു. മുജാഹിദ് ചോദിച്ചതാണ്. ആരോട്? ഈ കാസമൂലിയോട് ചോദിച്ചതാണ്. ആകാശത്തിന്റെ മേലക്ക് മൂല്യമാരങ്ങൾ വയലാറിൽ എത്ര കൊല്ലണ്ടെന്നാ? 500 കൊല്ലത്തെ വൈദൂരം. താഴത്തേക്കും അത്ര ഉണ്ട്, കട്ടി അത്ര ഉണ്ട്. ഇത്ര വലിയൊരു കോടിന്റെ നീളം എവിടുന്നാ കിട്ടുക ചോദിച്ചത് ഈ കസമൂലിയുടെ പോയി. അതുപോലെ ഓർക്കണ്ടേ? ഈ കസമൂലിയർ മറുപടി പറഞ്ഞു, വഅതസിമൂ ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. അല്ലാഹുവിന്റെ കയർ മുറുകെ പിടിക്കണം എന്ന് വിശുദ്ധ ഖുർആനില്ലേ? ഈ കയർ കച്ചവടം ചെയ്യുന്ന പീടിയന്റെ തൊട്ടപ്പുറത്തെ പീടിയയിലാണ് ഈ ശീല വിൽക്കുന്നത്. ഖുർആനിൽ എന്താ പറഞ്ഞത്? വഅതസിമൂ ബിഹബിലില്ലാ, പടച്ചോന്റെ കയർ. അപ്പൊ ഈ കയർ കച്ചവടം ചെയ്യുന്ന പീടിയന്റെ അപ്പുറത്തെ പീടിയയിൽ ഈ ശീലം കിട്ടും എന്ന് പറഞ്ഞു. ശംസുൽ ഉലമയോട് ഇവർ പരിഹസിച്ചു. പതിവെറ്റില എന്നുള്ളവർക്കറിയാം. ഇളവെറ്റിലുണ്ട്, പതിവെറ്റിലുണ്ട്. പതിവെറ്റിലൊന്നും പറ്റൂല. അപ്പോൾ അവിടെ മറുപടി പറഞ്ഞത് പറപ്പൂർക്കാരൻ അലവി മൗലവിയാണ്. ശംസുൽ ഉലമ ഉടനെ തന്നെ അതിൽ തിരിച്ചടിച്ചു. കൂറകൾ 2 തരമുണ്ട്. അതിൽ പറക്കണ കൂറുണ്ട്, എവിടെ കണ്ടാൽ അതിനെ തല്ലിക്കൊല്ലണം. ഒരു നടക്കത് പോകൂല എന്ന് മനസ്സിലാക്കി. 3 ദിവസമാണ് സംവാദം നിശ്ചയിച്ചത്. ഒരു ദിവസം കൊണ്ട് ആ സംവാദം അവർ തോറ്റു. അവരിറങ്ങിപ്പോയി, പരാജയപ്പെട്ടു. അതിനുശേഷമാണ് കോഴിക്കോട് ജില്ലയിൽ സുന്നികൾ തല ഉയർത്തി നടന്നത് എന്ന് ആ പരിപാടിയുടെ സംഘാടകനായ PP ഉസ്താദ് PP ഇബ്രാഹിം മുസ്ലിയാർ, പാറന്നൂർ ഉസ്താദേ, പേരൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ പെട്ടോക്കണ്ട. പാറന്നൂർ PP ഉസ്താദ് എന്ത് ചെയ്തത്? ശംസുൽ ഉലമയുടെ അനുസ്മരണ സമ്മേളനത്തിൽ കോഴിക്കോട് വെച്ചുകൊണ്ട് സംസാരിച്ചത് നന്മണ്ട സംവാദത്തിന് ശേഷമാണ്. മുജാഹിദിൻ്റെത് അങ്ങനെയാണ്. എങ്കിൽ ഖാദിയാനി വന്നപ്പോഴും അങ്ങനെയാണ്. ത്വരീഖത്തുകാർ വന്നപ്പോഴങ്ങനെയാണ്. ശംസുൽ ഉലമക്കെതിരെ ഒരാൾ അവിടെ ആഖിബത്ത് മോശമാകുമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് പ്രചരിപ്പിച്ചിരുന്നു. അയാൾ കള്ള ഷെയ്ഖാണെന്ന് ശംസുൽ ഉലമയോടെ പോയി പ്രസംഗിച്ചു. قد جاء فينا قادري مثل الحمار الحاضر أو كمثل البادر ഓഹോ ഇതെന്തൊരു മാതിരി ശംസുൽ ഉലമ പ്രസംഗിച്ചു. അയാൾ പറഞ്ഞു, അദ്ദേഹം വളരെ മോശപ്പെട്ടിട്ടായിരിക്കും ആഖിബത്ത് എന്ന് പറഞ്ഞു. അതിനുള്ള മറുപടിയാണ് ശംസുൽ ഉലമ പറഞ്ഞു, അതൊന്നും ഇവിടെയല്ലടോ, അതൊക്കെ അവിടെയാണെന്ന് പറഞ്ഞു. ശംസുൽ ഉലമ അത് പറഞ്ഞതുപോലെ
അയാളുടെ അന്ത്യവും അങ്ങനെ. ഷംസുലമ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെയാടാ മരിക്കേണ്ടത്, ഇങ്ങനെയാടാ മരിക്കേണ്ടത്. അതാണ് ഷംസുലുലമ. അതുകൊണ്ടാണ് പാൻ്റെ കുട്ടി ഇങ്ങോട്ട് പോരി എന്ന് പറഞ്ഞിട്ട് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉപ്പാപ്പ അങ്ങോട്ടേക്ക് വിളിച്ചത്. ലക്ഷങ്ങളും അന്നൊരു 5 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാക്കാൻ വേണ്ടി സംസ്ഥാന നേതാക്കൾ കഷ്ടപ്പെട്ടതൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോഴേക്ക് നമ്മൾ അന്തം വിടുക. അന്ന് അഡ്വാൻസ് കൊടുക്കുക 5 ലക്ഷം ഉറുപ്പ്യാണേ, കിട്ടാല്ല. ലോകത്ത് ഏതെങ്കിലും ഒരു സംഘടനക്ക് വൗച്ചറില്ലാത്ത, റെസിപ്റ്റ് ഇല്ലാത്ത ഒരു സംഘടന ഏത് എന്നൊരു ക്വിസിൽ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ധൈര്യമായി എഴുതാം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്തക്ക് ഇന്നും വൗച്ചറില്ലല്ലോ, ഇങ്ങോട്ട് വാങ്ങണീനും കൊടുക്കണീനും ഇല്ല. സമസ്തന്റെ ആദ്യ കമ്മിറ്റി പരിശോധിച്ച് നോക്കണ്ടേ, അതിൽ ഖജാൻജി ഇല്ല. സമസ്തക്ക് ആദ്യത്തിൽ ഖജാൻജി ഇല്ല, ഫസ്റ്റ് കമ്മിറ്റിയിൽ ഖജാൻജി ഇല്ല. ഞങ്ങൾ ഏത് രേഖയും പരിശോധിച്ച് നോക്കോളി. സമസ്തക്ക് ഇന്നും വൗച്ചറും ഇല്ല, റെസിപ്റ്റും ഇല്ല. കാരണം സമസ്തേനതല്ല. പിന്നെ മുഷാവറക്ക് വരുന്ന ആൾക്കാർക്ക് വണ്ടിക്കൂലി കൊടുക്കലുണ്ട്. ഇപ്പോഴും വണ്ടിക്കൂലിയാ കൊടുക്കുക, ബസ്സിന്റെ കൂലി അത് കൊടുക്കുന്നുണ്ട്. അത് വിദ്യാഭ്യാസ ബോർഡാണ് കൊടുക്കണം, സമസ്ത അല്ല. വിദ്യാഭ്യാസ ബോർഡ് എത്ര ഇതാണ് നിങ്ങൾ അന്വേഷിച്ച് നോക്കി. സമസ്തക്ക് ഇപ്പോഴും ഖജാൻജി പറഞ്ഞൊരു പോസ്റ്റ് തൽക്കാലം വന്നേ ഉള്ളൂ, പൈസ കൈകാര്യം ചെയ്യാനൊന്നും അവിടെ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മക്കാമിൻ്റെ സമീപത്ത് ഒരു സ്ഥലമെടുക്കാൻ വേണ്ടി ആ സ്ഥലം വിൽക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മണത്തറിഞ്ഞ് അവിടെ ചെന്ന് പല ആളുകളും. പക്ഷേ ബഹുമാനപ്പെട്ട മർഹൂം കോട്ടുമല ബാപ്പു മുസ്ലിയാരുടെ അതിവിദഗ്ധമായിട്ടുള്ള ഇടപെടലിലൂടെ ആ സ്ഥലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൈവശപ്പെടുത്തി. ഇല്ലായിരുന്നുവെങ്കിൽ അവിടെയും ഒരു സഹസ്ഥാപനം പൊന്തുമായിരുന്നു. CM മടവൂരൊക്കെ പൊന്തിയാൽ ഞങ്ങളുണ്ടാകുമ്പോൾ അവിടെ പൊന്തണത് CM-ന്റെ പേരിലല്ല, ബാഫക്കി തങ്ങളുടെ പേരിൽ രാംബോയിൽ, ഇവിടെ കോഴിക്കോട്ടേലുണ്ടാവില്ല, രാംബോയിൽ പറഞ്ഞ സ്ഥലത്ത് ബാഫക്കി തങ്ങളുടെ പേരിൽ തുടങ്ങിയ സ്ഥാപനമാണ്. അതാണ് പിന്നീട് പേര് മാറ്റി CM-ന്റെ പേരിൽ നേരെ അപ്പുറത്തേക്ക് തുടങ്ങിയത്. മനസ്സിലായില്ലേ? CM നമ്മളാളാണെന്നാണ് പലരും പറയുന്നത്. എന്നോട് 8 വരെ പറയാനാണ് പറഞ്ഞേക്കോ, അതിലും കഴിഞ്ഞ സമയം ഞാൻ അവസാനിപ്പിക്കുന്നു. പിന്നെ CM നമ്മളാളാന്നാ പറയല്, അത് നിങ്ങൾക്ക് പറയാം. പക്ഷേ CM-നോട് പോയി പറയരുത്, CM-ന്റെ ആൾക്കാരോടും പറയരുത്. CM-ന്റെ പള്ളി കയറ്റി കൊടുക്കാറിയുന്ന ഒരാൾ അവിടുന്ന് പറഞ്ഞു, അവൻ്റെ പള്ളി നമുക്ക് വേണ്ട, പള്ളി ഞാനുണ്ടാക്കും, ദർശനം ഞാൻ നടത്തും. ലഫ്ലൻ ആണ് റിവായത്ത്, നിങ്ങൾക്ക് എവിടെയും പറയാം. അവൻ്റെ പള്ളി നമുക്ക് വേണ്ട, പള്ളി ഞാനുണ്ടാക്കും, ദർശനം ഞാൻ നടത്തും. അവൻ്റെ പള്ളി നമുക്ക് വേണ്ട, ലഫ്ലൻ ആണ് റിവായത്ത്, ഓർത്താൽ മതി. ഷംസുൽ ഉലമയുടെ ശിഷ്യനാണ് മഹാനായ CM വലിയുല്ലാഹി. തനിക്ക് ഇബാദത്തിൽ രസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഉസ്താദിൻ്റെ അടുത്ത് ചെന്ന് പരാതി പറഞ്ഞപ്പോൾ പൂച്ചക്കാട് നിന്നുകൊണ്ട് അവിടുന്ന് ഷെയ്ഖുന ഷംസുൽ ഉലമ ഒരു ദിക്ർ എഴുതി കൊടുത്തത് പതിവാക്കാൻ പറഞ്ഞപ്പോൾ അത് പതിവാക്കിയതിൻ്റെ ശേഷമാണ് മഹാനായ CM വലിയുല്ലാഹി ഖുദ്ദിസ സിർറു മഹാനവറുകൾക്ക് ഇബാദത്തിൽ ലദ്ദത്ത് കിട്ടുകയും അങ്ങനെയാണ് പിന്നീട് പുലി മൊയ്തീൻ മുസ്ലിയാരുമായി ബന്ധപ്പെടുകയും ത്വരീഖത്തിൻ്റെയും ഹഖീഖത്തിൻ്റെയും വഴിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. മഹാനായ ഷെയ്ഖുന ഷംസുൽ ഉലമ ഒരു മുറബ്ബിയായ ഷെയ്ഖായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ, കേരളത്തിൽ ഈ രംഗത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പണ്ഡിതൻ അജ്മീറിൽ പോയി ഒരുപാട് ദിവസം താമസിച്ചു. എനിക്കൊരു മുറബ്ബിയായ ഷെയ്ഖിനെ കാണിച്ചു തരണമെന്ന് അദ്ദേഹം കണ്ടു. അദ്ദേഹം കണ്ടത് പാറപ്പള്ളിയും തൊട്ടടുത്ത നന്ദിയിലെ പ്രിൻസിപ്പളെയുമായിരുന്നു. അദ്ദേഹം നേരെ വണ്ടി കയറി അവിടെ വന്നു. അദ്ദേഹം ഷംസുൽ ഉലമയുടെ അടുത്ത് ചെന്നു. ഷംസുൽ ഉലമയോടടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ അജ്മീറിൽ നിന്നാണ് വരുന്നത്, ഇങ്ങനെ ഒരു ആവശ്യത്തിനാണ് ഞാൻ അവിടെ കുറേ കാലം ഇരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഷംസുൽ ഉലമ എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞൊരു ഒരു മസലനൊരു ഉദാഹരണം പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞ് ഒരു മുറബിനെ കാണാമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സ്വപ്നത്തിൽ കരീം വൈസിനെ കണ്ടാൽ നമ്മളെന്താ പറയുക? അല്ല, ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ മുറബി ആയിട്ടില്ല കേട്ടോ, നിങ്ങളെ അങ്ങനെ പറയണ്ട. ഒരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ മൂപ്പർ അത്രയ്ക്ക് ഉണ്ടോ എന്നൊരു തോന്നൽ. ഷെയ്ഖുന അത് വായിച്ച് മനസ്സിലാക്കി ഷെയ്ഖുനയുടെ അടുത്ത് ചെന്നു. ഇങ്ങനെ ഒരു ആവശ്യത്തിന് ഞാനിങ്ങനെ ഉണ്ട് കാരണം. അപ്പോൾ അത് ശരിയാണ്, ഞാൻ അജ്മീറിൽ പോയിട്ട് കാലം കുറയായി, കുറച്ച് വൈകിപ്പോയി, അത് സൂചിപ്പിക്കാൻ വേണ്ടി ഹാജ കാണിച്ചു തന്നതാണ്, ഞാൻ ഉടനെ പോകുന്നുണ്ട്, എന്നാ ദ്വയർക്കണം എന്നാണ്. ഇയാൾ പിന്നെ കൂടുതൽ ചോദിക്കാറൊന്നുമില്ല, കാരണം ഇയാളുടെ ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു, എടോ അത് അങ്ങനെയല്ലായിരുന്നു, പാറപ്പള്ളിയിൽ ഇബാദത്ത് ചെയ്ത് കൂടുക, ഷെയ്ഖുനയുടെ തർബിയത്തിൽ കഴിയുക എന്നാണ്. അപ്പോൾ ഈ ശിഷ്യൻ ചോദിച്ചു, അല്ല ഉസ്താദ്, എന്നിട്ട് എന്ത് ഞങ്ങൾ? എടോ അതൊക്കെ മറച്ചു വെച്ചു, അതൊന്നും വേണ്ടടോ എന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ
എന്നോട് പറഞ്ഞു, ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ശിഷ്യന് പിന്നെ തൃപ്പഞ്ച് മെമ്മോറിയത്താണ് വലിയ ബന്ധം. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇവിടെ വന്നിട്ട് എത്ര ചോദിച്ചു? കുറേ വർഷങ്ങൾ പറഞ്ഞു, 12 വർഷം 17 വർഷത്തെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഷെയ്ഖുന ഉണ്ടായിരുന്നില്ല, പിന്നെ നിങ്ങൾ എങ്ങോട്ട് പോന്നു? ഞാൻ ചോദിച്ചാൽ ഷെയ്ഖുനോട് ഷെയ്ഖുനെ സമ്മതിക്കണ്ടേ? ഷെയ്ഖുന പറഞ്ഞു, നീ അവിടെ പോടോ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ എവിടെയും പോകില്ല, ഇവിടുന്ന് മതിയായിരുന്നു. പോടോ അവിടെ എന്ന് പറഞ്ഞു. 3ാമത്തെ വട്ടം ഈ കുട്ടി പറഞ്ഞാൽ കേൾക്കുന്നില്ല, നിനക്കുള്ളത് അവിടെയാണോ, നീ അങ്ങോട്ട് ചെല്ല് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് ബഹുമാനപ്പെട്ട ഒളവണ്ണ അബൂബക്കർ ദാരിമി. ജീവിച്ചിരിക്കുന്ന ആളെ പേരാ പറഞ്ഞാണെങ്കിൽ നിങ്ങൾക്കും ചോദിച്ചോക്കാം. ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് മൂപ്പര് മലൻ്റെ മുകളിൽ ഇതൊക്കെ കഴിഞ്ഞാൽ ജുമയൊക്കെ കൊടുക്കാൻ വരിക. അവൻ്റെ റൂമിലൊക്കെ വന്ന് നമ്മൾ കുളിച്ചടെ ഇറങ്ങണം, അങ്ങനെയുള്ളൊരു ഇതായതുകൊണ്ട്. അതാണ് മഹാനായ ഷെയ്ഖുനാ ശംസുൽ. അള്ളാഹു ഒരു ബറക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു സമസ്തയുടെ ഖാദിമായി നമ്മളെ അംഗീകരിക്കട്ടെ. സമസ്തയുടെ ഖാദിമാകാൻ അംഗീകരിക്കാൻ അത് വലിയൊരു ഭാഗ്യമാണ്. എന്താണ് സമസ്തയുടെ ഖാദിമായാൽ ലഭ്യമാവുക? ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. 12 ലക്ഷം സൂറത്ത് ഫാത്തിഹയും 36 ലക്ഷം ഇഖ്ലാസും 12 ലക്ഷം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും 12 ലക്ഷം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതിയിട്ട് മഅസൂമിങ്ങളായ 12 ലക്ഷം വരുന്ന വിദ്യാർത്ഥികൾ കൊല്ലത്തിൽ ഒരു തവണ പ്രാർത്ഥിക്കുന്നത് സമസ്തയുടെ ഖാദിമീങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. റബീഉൽ ആഖിറിൽ ആദ്യ ഞായറാഴ്ച 12 ലക്ഷം വിദ്യാർത്ഥികളാണ് സമസ്തയുടെ ഖാദിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്. ആ ഒരു ദുആ മാത്രം മതി നമ്മുടെ പരലോകത്ത് വിജയം നേടാൻ. അതിൽ നമുക്ക് ഭാഗ്യം വേണോ? അത് നമുക്ക് കിട്ടണോ? സമസ്തയുടെ ഖാദിമീങ്ങളാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്നെ സഹിച്ച നിങ്ങൾക്ക് നന്ദി. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.